أعوذ بالله السميع العليم من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. وقال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. സദഖല്ലാഹുൽ അദീം. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഖുർആൻ ക്ലാസ്സിന് പകരം നമ്മൾ തുടർച്ചയായി പറഞ്ഞു വരുന്ന സൂറത്തിലെ ഖുർആൻ ക്ലാസ്സിന് പകരമായി പ്രവാചകനെ സംബന്ധിച്ച ഒരു പ്രഭാഷണമാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. റബീഉൽ അവ്വൽ മാസം ഇസ്ലാമിൽ മതപരമായി പ്രത്യേകതകളൊന്നുമുള്ള മാസമല്ല. 4 ആദരണീയമായ മാസങ്ങളുണ്ട്. ആദരണീയമായ മാസങ്ങളിൽ റബീഉൽ അവ്വൽ മാസം ഉൾപ്പെടുന്നില്ല. അത് മുഹറം, റജബ്, ദുൽഖഅദ്, ദുൽഹജ്ജ് മാസങ്ങളാണ്. ഏറ്റവും ശ്രേഷ്ഠമായ രാവുള്ള ഒരു മാസമാണ് റമദാൻ മാസം. ആ മാസത്തെയും ഷഹ്റു മുബാറക്, അനുഗ്രഹീത മാസം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ മാസങ്ങളിലൊന്നും റബീഉൽ അവ്വൽ മാസം ഉൾപ്പെടുന്നില്ല. അതേസമയം മതപരമായ പ്രാധാന്യം അതിനില്ലെങ്കിലും ചരിത്രപരമായ വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. ചരിത്രപരം. കാരണം ആ മാസത്തിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ആ മാസത്തിലാണ് നടന്നിട്ടുള്ളത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജനനവും ഏതാണ്ട് ആ മാസത്തിലാണെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. അതേപോലെ ഹിജ്റ സംഭവിച്ചതും കാര്യമായി റബീഉൽ അവ്വൽ മാസത്തിലാണെന്ന് പറയപ്പെടാറുണ്ട്. ഈ അടിസ്ഥാനത്തിലൊക്കെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അനുസ്മരിക്കാനുള്ളൊരു മാസം എന്നതിന് പറയുന്നതിൽ പൂർണ്ണമായി ശരിയാവില്ല. കാരണം സാധാരണ മഹാന്മാരൊക്കെ അവരുടെ ജന്മദിനത്തോട്, ചരമദിനത്തോട്, അവർ ചെയ്ത ഏതെങ്കിലും മഹത്തായ പ്രവർത്തനങ്ങളോട് ചേർന്നാണ് അനുസ്മരിക്കപ്പെടാറ്. ഇപ്പോൾ ഗാന്ധി ജയന്തിക്ക് ഗാന്ധിജിയെ അനുസ്മരിക്കും. ശ്രീനാരായണ ഗുരു ജനനവും ജയന്തിയും സമാധിയും വരുമ്പോഴാണ് മൂപ്പരെ നമ്മൾ അനുസ്മരിക്കാറ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങനെയല്ല. എല്ലാ നേരത്തും ലോകത്ത് അനുസ്മരിക്കപ്പെടുന്ന, എല്ലാ ദിവസവും അനുസ്മരിക്കപ്പെടുന്ന ഒരു മഹാവ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് കൊടുക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേര് ഉച്ചരിക്കപ്പെടുന്നുണ്ട്. ബാങ്കിൻ്റെ ഒരു പ്രത്യേകത അത് 24 മണിക്കൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ലഹർ ബാങ്ക് കൊടുക്കുന്നുണ്ടാവും, ഇശാ ബാങ്ക് കൊടുക്കുന്നുണ്ടാവും, സുബഹി ബാങ്കും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ റസൂലുള്ളാഹിൻ്റെ നാമം ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കുന്നു. ഇഖാമത്ത് കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ പേര് ഉദ്ഘോഷിക്കുന്നു. അതേപോലെ തന്നെ ഇസ്ലാമിലെ എല്ലാ നമസ്കാരത്തിലും നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. മയ്യത്ത് നമസ്കാരത്തിൽ പോലും സ്വലാത്തുണ്ട്. സ്വലാത്ത് നിർണയിക്കാത്ത ഒരു നമസ്കാരവും ഇല്ല. അപ്പോൾ ലോക മുസ്ലിമീങ്ങൾ നിരന്തരം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അള്ളാഹിൻ്റെ റസൂൽ ഏതെങ്കിലും ഒരു ദിവസത്തേക്കോ മാസത്തേക്കോ അനുസ്മരിക്കപ്പെടുന്ന വ്യക്തിത്വമല്ല. എല്ലാ സന്ദർഭത്തിലും അനുസ്മരിക്കപ്പെടുന്ന മഹാവ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹിനെ നമ്മൾ
പക്ഷേ പൊതുവെ മുസ്ലിം സമൂഹം, ലോക സമൂഹം റബീഉൽ അവ്വലിൽ കുറച്ചധികം പ്രവാചകനെ അനുസ്മരിക്കാറുണ്ട്. പിന്നെ അതിൽ വേറെ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലക്ക് അള്ളാഹിൻ്റെ റസൂലിൻ്റെ സന്ദേശം അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റാഘോഷങ്ങളോ പരിപാടികളൊന്നും ദീനിൻ്റെ ചിട്ടവട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും പൊതുവേ ലോകം ഈ പ്രവാചകനെ അനുസ്മരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വളരെ കൂടുതൽ പ്രവാചകനെ സമൂഹത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് റിസാലത്ത്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഇങ്ങനെ മൂന്നെണ്ണമാണ്. ഈ റിസാലത്ത്, തൗഹീദുൽ ആഖിറത്തൊക്കെ നമുക്കറിയാം. ഞാൻ റിസാലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് ലഭിക്കാനുള്ള സംവിധാനമാണ് റിസാലത്ത്. കുഞ്ഞുട്ടിക്കാർക്ക് ഒരു സ്റ്റാൻഡ് വേണം. സ്റ്റാൻഡ് കൊണ്ടുവരില്ല. മതി മതി. കാരണം അത് കുറേ നേരം ഇങ്ങനെ പിടിച്ചാലേ ഒരു മൂഡ് കിട്ടണില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ, അതായത് എന്താ പറയുക, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം മനുഷ്യർക്ക് ലഭിക്കണം. മനുഷ്യൻ ജീവിക്കേണ്ടത് അള്ളാഹ് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞത്, അള്ളാഹിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും എന്താണ് എന്ന് മനുഷ്യന് മനസ്സിലാകാനുള്ള സംവിധാനമാണ് റിസാലത്ത്. അതിന് പല രീതിയും അള്ളാഹ്ക്ക് സ്വീകരിക്കാമായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണമെങ്കിൽ വഹി തരാം, അള്ളാഹ്ക്ക് അതിന് പ്രയാസമൊന്നുമില്ല. അല്ലെങ്കിൽ പല രീതിയും സ്വീകരിക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു തആല സ്വീകരിച്ച രീതി മനുഷ്യരിൽ നിന്നൊരാളെ പ്രവാചകനായി നിശ്ചയിക്കും. അദ്ദേഹത്തിന് അള്ളാഹു തആല സന്ദേശം കൈമാറും. അദ്ദേഹം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. ഈ രീതി മാത്രമാണ് അള്ളാഹ് സ്വീകരിച്ച രീതി. ആ അർത്ഥത്തിൽ ആദ്യത്തെ മനുഷ്യൻ അമ്പിയാക്കന്മാരിൽപ്പെട്ട ആളായിരുന്നു ആദം നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആൻ പറയുന്ന ലോകത്ത് മനുഷ്യർ എവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന അമ്പിയാക്കന്മാർ ആഗതരായിട്ടുണ്ട്. വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരു മുന്നറിയിപ്പുകാരൻ വരാത്ത ഒരു സമൂഹ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അവ ഇന്ത്യയിലും കേരളത്തിലും എല്ലാ സ്ഥലത്തും പ്രവാചകന്മാർ വന്നിരിക്കും. 25 പ്രവാചകന്മാരുടെ പേര് മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. ലക്ഷത്തിലേറെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകന്മാർ ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കും. ഇതാണ് രീതി. അപ്പോൾ അതിനെ ഒരു മോഡലായി, മനുഷ്യർക്ക് എന്താണോ ഇസ്ലാമിൻ്റെ സന്ദേശം അതിനെ ഒരു മോഡലായി, ഒരു മാതൃകയായി അള്ളാഹു തആല പ്രവാചകനെ അവതരിപ്പിക്കും. ആ അർത്ഥത്തിൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനോടുകൂടി പ്രവാചകത്വ പരമ്പര അവസാനിച്ചു. അപ്പോൾ പ്രവാചക പരമ്പര അവസാനിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്. കാരണം ഇനി പ്രവാചകന്മാർ വരേണ്ട ആവശ്യമില്ല. ഒരു പ്രവാചകനോടുകൂടി ആ പ്രവാചക സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാവുന്ന കമ്മ്യൂണിക്കേഷൻ സംവിധാനം ലോകത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നാ അർസൽനാക കാഫത്തൽ ലിന്നാസി ബഷീറൻ വനദീറ, നബിക്ക് മറ്റ് അമ്പിയാക്കന്മാരിൽ നിന്ന് പ്രധാനപ്പെട്ട 2 പ്രത്യേകത ഉണ്ട്. ഒന്ന്, ഓരോ നബിമാരും അതാത് സമൂഹത്തിന് മാത്രം വന്നതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി മുഴുവൻ മനുഷ്യർക്കും കൂടി വന്ന പ്രവാചകനാണ്. മാത്രമല്ല ഓരോ പ്രവാചകന്മാരും അവരുടെ കാലത്തേക്ക്, കുറച്ച് കാലത്തേക്ക് മാത്രം, അടുത്ത പ്രവാചകൻ വരുന്നത് വരെയുള്ള കാലത്തേക്ക് മാത്രമേ പ്രവാചകനായിട്ടുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി പ്രവാചകന്മാരിൽ അന്തിമനാണ്. ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റസൂലുള്ളാഹി ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല. ഖാത്തമുൻ നബിയീൻ, പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഴുവൻ മനുഷ്യർക്കുമുള്ള പ്രവാചകനാണ്, മുഴുവൻ കാലഘട്ടത്തേക്കുമുള്ള പ്രവാചകനാണ്. ഇതാണ് റിസാലത്തുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി അമ്പിയാക്കന്മാരുടെ സ്ഥാനം എന്താണ്? നമ്മുടെ ആദർശവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് തീരുന്നില്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതുകൂടിയാണ്.
അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒപ്പം പ്രഖ്യാപിക്കണം മുസ്ലിമാകാൻ മുഹമ്മദുർ റസൂലുള്ളാ വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് പ്രഖ്യാപിക്കണം. ഒരാൾ അള്ളാഹിനെ ഇലാഹായിട്ടൊക്കെ അംഗീകരിച്ചു, പക്ഷേ റസൂലുള്ളാഹിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം ആവുന്ന പ്രശ്നമേ ഇല്ല, അയാൾ മുസ്ലിം ആവില്ല. അള്ളാഹു ഏകനായ ഇലാഹാണെന്ന് അംഗീകരിക്കുന്നതിൻ്റെ കൂടെ അയാൾ അംഗീകരിക്കണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്, അന്ത്യപ്രവാചകനാണ്, അദ്ദേഹം കൊണ്ടുവന്നതൊക്കെയും സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. ആ റസൂൽ എന്ത് കൊണ്ടുവന്നോ അതൊക്കെ സ്വീകരിക്കണം. റസൂൽ എന്ത് ഒഴിവാക്കാൻ പറഞ്ഞോ ഒഴിവാക്കിയേക്കണം. കാരണം അള്ളാഹിൻ്റെ റസൂൽ കൊണ്ടുവന്നതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം റസൂൽ ഒന്നും സംസാരിക്കുന്നില്ല. വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അള്ളാഹിൻ്റെ റസൂല് ജീവിക്കുന്നത്, സംസാരിക്കുന്നത്, പറയുന്നതൊക്കെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ ഇതിലൊരു ഗൗരവമുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, റസൂലിൻ്റെ സുന്നത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. അത് അള്ളാഹിൻ്റെ റസൂല് സ്വന്തം ഉണ്ടാക്കിയതല്ല, പകരം അള്ളാഹു തആല നൽകിയ വഹീൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷെ അത് ഖുർആനല്ല എന്ന് മാത്രം. ഖുർആനിലുള്ള കാര്യങ്ങൾ മാത്രമല്ല വഹിയായി ലഭിച്ചിട്ടുള്ളത്, പകരം റസൂലുള്ളാഹിക്ക് അള്ളാഹു തആല ഒരുപാട് വഹികൾ നൽകിയിട്ടുണ്ട്. ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പം അള്ളാഹിൻ്റെ റസൂലിൽ നിന്ന് വന്നതൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളാണ്. ഇവിടെ ഞാൻ ആദ്യം നമ്മളോട് പലപ്പോഴും സൂചിപ്പിച്ച ഒരു തെറ്റിദ്ധാരണ തിരുത്താണ്. ചില ആളുകൾ സുന്നത്താണ് അള്ളാഹിൻ്റെ സുന്നത്ത് എന്നുള്ളതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്, രണ്ട് തരമെങ്കിലും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ജീവിതത്തെ, ചര്യയാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുക. അതേപോലെ തന്നെ നമ്മൾ സാധാരണ പറയൽ സുന്നത്ത് എന്താണെന്ന് ചോദിച്ചാൽ പറയും എടുത്താൽ കൂലി ഇട്ടു, എടുത്തില്ലെങ്കിൽ കൂലിയില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സുന്നത്ത് എന്ന് പറയാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ വേറൊരു കോലത്തിലായി പോയിട്ടുണ്ട്. ശരിക്ക് ഫിഖ്ഹിലെ സുന്നത്താണ് ആ പറഞ്ഞ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ചര്യ എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന സുന്നത്ത് അത് നിർബന്ധ. ഫമൻ റഅബ അൻ സുന്നത്തി ഫലൈസ മിന്നി. ആരെൻ്റെ ചര്യയെ അവഗണിക്കുന്നുവോ അവർ എന്നിൽപ്പെട്ടവരല്ല. ഇപ്പം നിസ്കരിക്കുക എന്നുള്ളത് റസൂലിൻ്റെ സുന്നത്താണ്, റസൂലിൻ്റെ ചര്യയാണ്. നോമ്പ് വെക്കുക എന്നുള്ളത് റസൂലിൻ്റെ സുന്നത്താണ്, റസൂലിൻ്റെ ചര്യയാണ്. അഗതികളെയും പാവങ്ങളെയും സഹായിക്കുക എന്നുള്ളത് റസൂലുള്ളാഹിയുടെ സുന്നത്താണ്. ജനങ്ങളോട് നന്നായി പെരുമാറുക എന്നുള്ളത് റസൂലിൻ്റെ സുന്നത്താണ്. ഭാര്യമാരോടും കുട്ടികളോടും നല്ല രീതിയിൽ പ്രവർത്തിക്കുക എന്നത് റസൂലിൻ്റെ സുന്നത്താണ്. അശരണരെ പാവങ്ങളെ സഹായിക്കൽ റസൂലിൻ്റെ സുന്നത്താണ്. ഇതൊക്കെ റസൂലിൻ്റെ ചര്യ എന്ന അർത്ഥത്തിൽ പറയുന്ന സുന്നത്താണ്. അത് നിർബന്ധ. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ അല്ലാഹു അലൈഹാ ബിന്നവാജിദ് ഇയ്യാകും വൽ മുഹദസാത്തിൽ ഉമൂർ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. എൻ്റെ ചര്യ നിങ്ങൾ അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ ഖുലഫാ റാഷിദുകളുടെ ജീവിത മാതൃക, അതിൽ നിങ്ങൾ പുതുതായി ഒന്നും ചേർക്കരുത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇസ്ലാമിൻ്റെ ചര്യ. അപ്പം നമ്മൾ നിസ്കരിക്കുന്നത് റസൂലിൻ്റെ സുന്നത്തനുസരിച്ച് സ്വല്ലു കമാ റഅയ്തുമൂനി, ഞാൻ കാണിച്ചു തന്ന പോലെ നിസ്കരിക്കുക. അതേസമയം ഫിഖ്ഹിലെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കർമ്മം, ആ കർമ്മത്തിനകത്ത് ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ നിർബന്ധമായി ചെയ്യേണ്ടതുണ്ട്, നിർബന്ധമല്ലാതെ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നു നിങ്ങൾക്ക്. ഇതിൽ ഏറ്റവും നിർബന്ധമുള്ളൊരു കാര്യം എനിക്ക് ശബ്ദം ഉണ്ടാകുക, പറയാനറിയുക, ഞാൻ പറയുക എന്നത് എനിക്ക് പറയാനറിയണം, അത് ശബ്ദത്തോടുകൂടി പറയാനറിയണം എന്നത് നിർബന്ധമാണ്. ഇനി കുറച്ചും കൂടി നിർബന്ധമില്ലാത്തെന്നാൽ ഒരു മൈക്ക്, എത്ര അധികം ആളുണ്ടെങ്കിൽ ഒരു മൈക്കയും നിർബന്ധമാണ്. പക്ഷേ ഒരു സ്പീച്ചിങ് ടേബിൾ നിർബന്ധമല്ല, അത് ഐച്ഛികമാണ്. ഒരു സ്റ്റേജ് നിർബന്ധമല്ല, അത് ഐച്ഛികമാണ്. ഉണ്ടായാൽ നല്ല കാര്യം, ഉണ്ടായില്ലെങ്കിലും
കാര്യം നടക്കും. ഇപ്പം നമസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. അതിന് ഫർള് എന്നാണ് നമ്മൾ പറയുക. ഫാത്തിഹയ്ക്ക് മുമ്പ് പ്രാരംഭ പ്രാർത്ഥന ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹത്തു അത് ഓതൽ നിർബന്ധമല്ല. ഒരാൾ വജ്ജഹത്തു ഓതിയിട്ടില്ലെങ്കിലും നിസ്കാരം ശരിയാവും. അതിനെ നമ്മൾ ഫിഖിൻ്റെ ഭാഷയിൽ സുന്നത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവിടെ ഐച്ഛികം എന്ന അർത്ഥത്തിലാണ്, ചര്യ എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ വജ്ജഹത്തു ഓതിയിട്ടില്ലെങ്കിലും നിസ്കാരം ശരിയാവും. അതേസമയം ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ലാ സലാത്ത ലിമൻ ലം യഖ്റഅ ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ഓതാതെ നിസ്കാരമില്ല. അപ്പം രണ്ടും കൂടി മിക്സായി പോകരുത്. അള്ളാൻ്റെ റസൂലിൻ്റേതാണെന്ന് പറയപ്പെടുന്ന ജീവിത മാതൃക ജീവിതത്തിൽ സ്വീകരിക്കൽ വിശ്വാസിക്ക് നിർബന്ധമാണ്. അള്ളാൻ്റെ റസൂലിൻ്റെ ജീവിത മാതൃകക്കനുസരിച്ച് ജീവിക്കലാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനകും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഖറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ പിന്നെ അവിടെ ഒരു ചോയ്സ് അന്വേഷിക്കൽ മുസ്ലിമായ പുരുഷനും സ്ത്രീക്കും ഭൂഷണമല്ല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനകും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഖറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. നിന്റെ നാഥനാണ് സത്യം, നിങ്ങൾ സത്യവിശ്വാസിയാകൂല. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം കൊണ്ട് കൽപ്പിച്ചാൽ ഒരു മനപ്രയാസവും കൂടാതെ നിങ്ങളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസിയാകൂല. തറക്തു ഫീക്കും അംറൈൻ ലം തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വ സുന്നത്തു റസൂലി. രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിടക്കില്ല. ഒന്ന് അള്ളാഹിൻ്റെ കിതാബ്, ഒപ്പം തന്നെ പറഞ്ഞു റസൂലിൻ്റെ ചര്യ. വൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ ഒരു വിഷയത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടായാൽ നിങ്ങൾ തിരിയേണ്ടത് അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, റസൂലിനെ പരിപൂർണമായും അനുധാവനം ചെയ്യൽ നിർബന്ധമാണ്. റസൂല് കൊണ്ടുവന്നതൊക്കെയും സ്വീകരിക്കാൻ ബാധ്യതയുണ്ട്. റസൂലിനെ അനുസരിച്ചാൽ ഒമൻ അതാ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആരല്ലാഹുവിൻ്റെ റസൂലിനനുസരിച്ച് അവൻ അല്ലാഹുവിനനുസരിച്ചു. ഒമൻ അസർ റസൂല ഫഖദ് അസല്ലാഹ്. ആരല്ലാഹുവിൻ്റെ റസൂലിനെ ധിക്കരിച്ചോ അള്ളാഹിനെ ധിക്കരിച്ചു. കാരണം അള്ളാഹിനെ റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനനുസരിക്കലാണ്. കാരണം റസൂല് സ്വന്തം ഒന്നും പഠിപ്പിച്ചിട്ടില്ല. റസൂല് പറഞ്ഞതൊക്കെ അള്ളാഹ് പറഞ്ഞ കാര്യമാണ്. ആ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ അനുസരിക്കുന്നത് അള്ളാഹുവിനെയാണ്. ഒരാൾ അള്ളാഹിൻ്റെ റസൂലിനെ ധിക്കരിച്ചാലോ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനാണ്. കാരണം അള്ളാഹിൻ്റെ കൽപ്പനയെയാണ് അയാൾ റസൂലിനെ ധിക്കരിക്കാൻ വേണ്ടി ധിക്കരിക്കുന്നത്. അപ്പം ഈ വിഷയം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കണം. റസൂലിൻ്റെ ഒരു ജീവിതം ഞാനിങ്ങനെ വരുമ്പോൾ കാറിൽ നിന്ന് ആലോചിച്ചു, ഇതുപോലൊരു വ്യക്തിത്വം ലോകത്ത് ജീവിച്ചിട്ടുണ്ടോ? വെറുതെ നമ്മൾ മാത്രമല്ല, ആരും ആലോചിച്ചാൽ പറയുന്ന അത്ഭുതകരമായൊരു അത്ഭുത വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. 1400 വർഷം മുമ്പ് ഒട്ടകത്തിൻ്റെ മൂക്കേറ് പിടിക്കാൻ പഠിച്ച ജനതയിൽ ജനിച്ച നിരക്ഷരനായൊരു പ്രവാചകൻ 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യരെ വരെ സ്വാധീനിക്കുകയാണ്. മർമഡ്യൂക്ക് പിക്താൾ എന്ന് പറയുന്ന ഒരു നയതന്ത്രജ്ഞനുണ്ട്. അദ്ദേഹം വലിയ അറിയപ്പെടുന്ന നയതന്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം ഒരു വിദേശ രാജ്യത്ത് വന്ന് വലിയ ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ ഇങ്ങനെ റൂമിൽ ഇരിക്കുമ്പോൾ പുറത്തേക്ക് ജനാല വഴി ഒന്ന് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച, ഒരു വൃദ്ധൻ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചടിക്കുകയാണ്. ചെറുപ്പക്കാരങ്ങനെ മാറി നിന്നിട്ടും വൃദ്ധൻ അയാളെങ്ങനെ കൈകാര്യം ചെയ്യണം. പക്ഷേ വൃദ്ധൻ ഈ ചെറുപ്പക്കാരൻ തിരിച്ചടിക്കണില്ല. മർമഡ്യൂക്ക് പിക്താളിന് ഇതൊരു ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ചെറുപ്പക്കാരനെ ഒരൊറ്റ അടി അടിച്ചാൽ താഴെ വീഴാവുന്ന പ്രായമുള്ള ആളാണ്. പക്ഷെ അയാൾ തിരിച്ചൊന്നും അടിക്കണില്ല എന്നല്ല, ഇങ്ങനെ മാറി നിൽക്കുകയും അടി കൊള്ളാതെ നോക്കുകയൊക്കെ ചെയ്യാണ്. കുറേ നേരം ഇത് നിരീക്ഷിച്ച് അതൊക്കെ അവസാനിച്ച് വൃദ്ധൻ പോയപ്പോൾ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് അദ്ദേഹം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളെ ഈ വൃദ്ധൻ അടിക്കുകയും ശകാരിക്കുകയും ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അയാൾക്ക് വാടക ഇനത്തിൽ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശകാരവും ആക്ഷേപവും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനായി. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടായിരുന്നു.
അപ്പോൾ ഈ മറുപടി പിക്താൾ ചോദിച്ചു, നിങ്ങളെ വല്ലാതെ ഇങ്ങനെ ആക്കുമ്പോൾ ഒന്ന് തിരിച്ചാണ്ട് കൊടുത്തൂടെ? ഒരു മനുഷ്യൻ ഇങ്ങനെ അടിക്കുമ്പോൾ ഒന്നാണ്ട് തിരിച്ചു കൊടുത്തൂടെ? അപ്പം ഈ ചെറുപ്പക്കാരൻ അത്ഭുതത്തോടു കൂടി അയാളോട് ചോദിച്ചു, എന്ത്? ഞാൻ കടം കൊടുക്കാൻ ഞാൻ ബാധ്യത ഉള്ള ഒരാളെ ഞാൻ തിരിച്ചടിക്കേ? മാത്രമല്ല എന്നേക്കാൾ പ്രായമുള്ളൊരു മനുഷ്യനെ ഞാൻ തിരിച്ചടിക്കേ? ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളത് വൃദ്ധരെ ബഹുമാനിക്കണമെന്നാണ്. ഈ വാചകം കേട്ട വഴിക്ക് പ്രമുഖ ഡിപ്ലോമാറ്റായ ഒരു നയതന്ത്രജ്ഞനായ മറുപടി പിക്താൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ 14 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ, മരുഭൂമിയിൽ ജീവിച്ച ഒരു നിരക്ഷരനായൊരു പ്രവാചകൻ, സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. അദ്ദേഹത്തിന് അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഉടനെ അദ്ദേഹം പ്രവാചകനെക്കുറിച്ച് പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ ഇംഗ്ലീഷിലുള്ള പരിഭാഷ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് മർമടി പിക്താളാണ്. ഇംഗ്ലീഷിലുള്ള പരിഭാഷ എഴുതിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നും ലോകത്തെ ഏറ്റവും സജീവമായ നാമം മുഹമ്മദ് റസൂലുള്ളയുടെ പേരാണ്. കാരണം ലോകത്ത് ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ ഒരു മഹാവ്യക്തിത്വം മുഹമ്മദ് റസൂലുള്ള പോലെ ഉണ്ടാവില്ല. അത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള മൈക്കിൾ എച്ച് ഹാർട്ടിൻ്റെ ആ ഒറ്റ പ്രയോഗം മതി. മൈക്കിൾ എച്ച് ഹാർട്ട് ലോകം ഇതുവരെ കണ്ട ഏറ്റവും പ്രഗത്ഭരായ ആളുകളെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 100 ആളുകളെക്കുറിച്ച് അദ്ദേഹം കണ്ടെത്തി. എന്നിട്ട് ദ 100 എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ 1-ാം സ്ഥാനത്ത് മൈക്കിൾ എച്ച് ഹാർട്ട് പ്രാക്ടീസിങ് ക്രിസ്ത്യാനിയാണ്. ക്രിസ്തുമതം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യാനിയാണ്. പക്ഷേ അദ്ദേഹം 1-ാം സ്ഥാനത്ത് കൊടുത്തത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. അദ്ദേഹം അതിന് കൊടുത്ത ക്യാപ്ഷൻ, ദ മോസ്റ്റ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ഇൻ ദ ഹ്യൂമൻ ഹിസ്റ്ററി. മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ മഹാവ്യക്തിത്വം, അതാണ് പ്രോഫറ്റ് മുഹമ്മദ്. അദ്ദേഹം വിശ്വസിക്കുന്ന ഈസാ നബി ജീസസ് ക്രൈസ്റ്റിന് അദ്ദേഹം കൊടുത്തത് 3-ാം സ്ഥാനമാണ്. ഇസ്ലാമോഫോബിയയുടെ കാലത്ത് മൈക്കിൾ എച്ച് ഹാർട്ട് 1-ാം സ്ഥാനം മുഹമ്മദ് നബിക്ക് കൊടുത്താൽ ആക്ഷേപം ഉണ്ടാവുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ കാരണം ആ പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ മുഹമ്മദ് നബിക്ക് 1-ാം സ്ഥാനം കൊടുത്തു? അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും സ്വാധീനം ചെലുത്തി എന്നതാണ്. ആത്മീയവും ഭൗതികവുമായ സമ്പൂർണ്ണ ജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച, ജീവിതത്തിൻ്റെ എല്ലാ വിഷയത്തിലും വിപ്ലവം നടത്തിയ, മാതൃക കാണിച്ച ഒരു മഹാവ്യക്തിത്വം പ്രവാചകനെ പോലെ ലോകത്തൊരാളുമില്ല എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആ റസൂലുള്ള എങ്ങനെയാണ് നഖം മുറിച്ചത്, അതുപോലെ നമ്മൾ നഖം മുറിക്കും. ആ റസൂലുള്ള താടി വെച്ച പോലെ താടി വെക്കും. ആ റസൂലുള്ള മുടി വെട്ടിയ പോലെ മുടി വെട്ടും. ആ റസൂലുള്ള ഏത് വശത്തേക്കാ തുപ്പിയത് അതുപോലെ തുപ്പും ഒരു ജനത. ആ റസൂലുള്ള എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അതുപോലെ ഭക്ഷണം കഴിക്കും. ആ റസൂലുള്ള എങ്ങനെ ദാമ്പത്യ ജീവിതം നയിച്ചോ അതിൻ്റെ മാതൃകയുണ്ട്. അത് വെറുതെ പറഞ്ഞ് ജീവിച്ചതല്ല, ജീവിതത്തിൻ്റെ എല്ലാ വശത്തിലും മാതൃക. ഞാൻ ചോദിക്കട്ടെ, നഖം മുറിക്കേണ്ടതിൻ്റെ മാതൃക ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടാവില്ലല്ലോ. നമ്മൾ സാധാരണ ഒരു വ്യക്തിയൊക്കെ എങ്ങനെ പഠിക്കുക? അപ്പോൾ ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാൻ. അതിൻ്റെ അപ്പുറം അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതമോ വ്യക്തി ജീവിതമോ അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപാടുകളോ ഇതൊന്നും ചർച്ചയ്ക്ക് വിധേയമല്ലല്ലോ. അതല്ലെങ്കിൽ മൈക്കിൾ എച്ച് ഹാർട്ട് 2-ാം സ്ഥാനത്ത് കൊടുത്ത 3-ാം സ്ഥാനം അല്ലെങ്കിൽ 4-ാം സ്ഥാനത്തൊക്കെ കൊടുത്ത ആളുകളെ എടുത്താൽ പരിശോധിച്ച് നോക്കിയേ. അവർ ശാസ്ത്രരംഗത്ത് ചെയ്ത കാര്യം മാതൃകയുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രത്യേകത ജീവിതത്തിൻ്റെ എല്ലാ വശവും മാതൃകാപരമാണ് എന്നതാണ്. ജീവിതത്തിൻ്റെ ഇരുട്ടറകളിലും വെളിച്ചത്തിലും മാതൃകയാണ്. കുടുംബജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, രാഷ്ട്രീയത്തിൽ, മതത്തിൽ, എല്ലാ ഇടപാടുകളിലും അള്ളാഹിൻ്റെ റസൂല് മാതൃകയാണ് എന്നതാണ് പ്രത്യേകത. മഹാനായ സയ്യിദ് സുലൈമാൻ നദ്വി അദ്ദേഹം ആകർഷകമായ ഭാഷയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ആരാകട്ടെ, നിങ്ങൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃകയുണ്ട്. കാരണം റസൂൽ അങ്ങോട്ട് നന്നാകാൻ വിചാരിച്ചിട്ട് റസൂൽ അങ്ങോട്ട് നന്നായപ്പോൾ ഒരു നല്ല വ്യക്തി ഉണ്ടായതല്ല.
പകരം ഇനി വരാനിരിക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ മാതൃകയായി ഒരു മനുഷ്യനെ അല്ലാഹു തആല സെറ്റ് ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അമ്പിയാക്കന്മാർ മനുഷ്യന്മാരിൽ നിന്നാണ് വന്നത്. കാരണം അമ്പിയാക്കന്മാരെ നിഷേധിച്ച ജനത മുഴുവൻ അമ്പിയാക്കന്മാർ എന്തുകൊണ്ട് മലക്കുകളിൽ നിന്ന് വന്നില്ല എന്ന് ചോദിച്ചിട്ടും അല്ലാഹു തആല മനുഷ്യരിൽ നിന്ന് അമ്പിയാക്കന്മാരെ നിശ്ചയിക്കാൻ കാരണം മനുഷ്യർക്ക് മാതൃകയായി ജീവിതം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല തന്നെ പറഞ്ഞല്ലോ, ഭൂമിയിൽ ജീവിക്കുന്നത് മലക്കുകളായിരുന്നെങ്കിൽ മലക്കുകളെ നാം നബിയായി അയക്കുമായിരുന്നു. പക്ഷേ ഭൂമിയിൽ ജീവിക്കുന്നത് മനുഷ്യരല്ലേ, മനുഷ്യർക്ക് മാതൃകയായി അമ്പിയാക്കന്മാരെന്നെ മനുഷ്യരായ പ്രവാചകന്മാർ വരണം. ആ പ്രവാചകനെ നോക്കി, അതുകൊണ്ടാണ് സാധാരണ അമ്പിയാക്കന്മാർ പോസ്റ്റ്മാൻമാരെ പോലെ അല്ല എന്ന് പറയാറുണ്ട്. ഈ പോസ്റ്റ്മാൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടെന്ന് കൊടുക്കുമ്പോൾ ആ കത്തിൻ്റെ ഉള്ളടക്കവും പോസ്റ്റ്മാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇപ്പം കത്തിൽ വളരെ സന്തോഷകരമായൊരു കാര്യമാണ് കത്തിൽ അറിയിക്കുന്നതെങ്കിൽ പോസ്റ്റ്മാൻ ദുഃഖിതനാണെങ്കിൽ ദുഃഖകരമായ മനസ്സോടുകൂടി അത് തരും. ചിലപ്പോൾ ദുഃഖകരമായൊരു വാർത്തയാണ് കത്തിനകത്തുള്ളതെങ്കിൽ പോസ്റ്റ്മാൻ സന്തോഷത്തിലാണെങ്കിൽ സന്തോഷത്തോടെ കത്ത് തരും. കാരണം കത്തിൻ്റെ ഉള്ളടക്കവും പോസ്റ്റ്മാനും തമ്മിലൊരു ബന്ധമില്ല. ഇതുപോലെ ഒരു പോസ്റ്റ്മാൻമാരെ പോലെ എന്നാ അള്ളാഹിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് തന്നു ഓടുന്ന ആളുകളല്ല. എന്താണോ അള്ളാഹുവിൻ്റെ സന്ദേശം, ആ സന്ദേശത്തെ ജീവിതത്തിൽ പകർത്തി ഇതാകുന്നു അള്ളാഹുവിൻ്റെ സന്ദേശം എന്ന് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്ത ആളുകളായിരുന്നു അമ്പിയാക്കന്മാർ. അതുകൊണ്ട് നിങ്ങൾക്ക് അമ്പിയാക്കന്മാരെ പരിശോധിച്ച് നോക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയത്തിൻ്റെ മാതൃകയ്ക്ക് പരിശോധിച്ച് നോക്കിയാൽ എല്ലാ ജീവിതാനുഭവങ്ങളും റസൂലുള്ളാഹിക്കുണ്ട്. ഞാൻ ചിലപ്പോൾ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇത്രയേറെ പീഡനങ്ങളോടുകൂടി ജീവിച്ചൊരു മനുഷ്യണ്ടാവില്ല. അനാഥത്വത്തിൽ ഏറ്റവും അശത്തുൽ യതീം, ഏറ്റവും കടുത്ത അനാഥത്വം എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അനാഥത്വം വരലാണ്. മുഹമ്മദ് റസൂലുള്ളാഹി അനാഥനായത് ഉമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കെയാണ് വാപ്പ നഷ്ടപ്പെടുന്നത്. വാപ്പല്ലാത്ത കുട്ടിയായിട്ട് ജനിച്ചു. മുല കൊടുക്കാൻ വേണ്ടി വന്ന സ്ത്രീകൾ പോലും ആ യത്തീമായ കുട്ടിയെ മുല കൊടുക്കാൻ സ്വീകരിച്ചില്ല എന്നാ. ഒരു കുട്ടീനെയും കിട്ടാതെ വന്നപ്പോഴാണ് അലീമ ബീബി ഇന്ന ഞാൻ ഈ യത്തീം കുട്ടീനെ എടുക്കാമെന്ന് പറഞ്ഞത്. അവസാനം അള്ളാൻ്റെ റസൂലിന് ആ ഉമ്മയുടെ കൂടെ വളർന്നു. 6 വയസ്സോ മറ്റോ ആവുമ്പോൾ ഉമ്മയുടെ കൂടെ മദീനയിലേക്ക് പോയതാ. വരുന്ന വഴിക്ക് ആ അബ്ദുൽ മുത്തലിബ്, പിന്നെ ആ അനാഥ കുഞ്ഞിനെ അബ്ദുൽ മുത്തലിബാണ് വളർത്തുന്നത്. അബ്ദുൽ മുത്തലിബ് ആമിന ബീവി മദീനത്തേക്ക് പോകുമ്പോൾ കൂടെ ഒരു സ്ത്രീയെ കൂടി അയച്ചു കൊടുത്തിരുന്നു. ഒരു രണ്ട് സ്ത്രീകളും ഈ കുട്ടി മാത്രമാണ് പോണത്, വേറൊരാളില്ല മദീനത്തേക്ക് പോകുമ്പോൾ. അവിടെ പോയി കുടുംബക്കാരൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ വഴിക്ക് വെച്ച് ആമിന ബീവിക്ക് രോഗം കൂടുകയാണ്. ആ രോഗം മൂർച്ഛിച്ച് ചെറുപ്പക്കാരിയായ ആമിന ബീവി മരണപ്പെടുകയാണ്. ഈ കുട്ടി ഒറ്റക്കാകുകയാണ്. ഇത് വന്നു നോക്കാൻ കുടുംബക്കാരില്ല, ബന്ധുക്കളില്ല, നാട്ടുകാരില്ല, ആരുമില്ല. ആ സ്ഥലത്ത് ഒറ്റക്കങ്ങ് അവിടെ ഈ സ്ത്രീയും ഈ കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഉമ്മ ആ കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ആമിന ബീവിയുടെ ഖബറിൽ ഇരുന്നിട്ട് ആ കുട്ടി ഒരുപാട് നേരം കരഞ്ഞു എന്നുള്ളതാണ്. കരഞ്ഞിട്ട് ആ കുട്ടീനെ പിടിച്ചു വരുമ്പോൾ ആ കുട്ടി കരയാണ്. അവസാനം കുഞ്ഞിനെ തിങ്ങോട്ട് വെട്ടി മക്കത്തെത്തുമ്പോൾ അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്നുണ്ട്, എവിടെ എൻ്റെ ആമിന? പക്ഷെ ആമിന മരിച്ചു എന്നാ കുട്ടി പറയും. എൻ്റെ ഉമ്മ പോയി. നോക്കണം, ബാപ്പയും പോയി ഉമ്മയും പോയി. 6 വയസ്സിനുള്ളിൽ അബ്ദുൽ മുത്തലിബാണ് വളർത്തിയത്. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ 2 കൊല്ലം കഴിയുമ്പോഴേക്കും ആ അബ്ദുൽ മുത്തലിബ് മരിച്ചു. പിന്നുള്ളത് മൂത്താപ്പ അബൂ താലിബാണ്. പട്ടിണിയും കഷ്ടപ്പാടുമാണ് അബൂ താലിബിന്, കുറേ മക്കളും. പക്ഷെ അബൂ താലിബ് വളർത്തി. നമ്മൾ മനസ്സിലാക്കണം, അനാഥത്വത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒരുപാട് അവസ്ഥകൾ റസൂലുള്ള പേറുന്നുണ്ട്. ആ റസൂല് പിന്നീട് ജീവിതത്തിൽ മുഴുവൻ നമ്മൾ മനസ്സിലാക്കണം, ഇത്രയേറെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയൊരു പ്രവാചകനെ നമുക്ക് ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയില്ല. ആ അവസാനം അദ്ദേഹത്തിന് ഈ 8 വയസ്സിൽ ഈ കുട്ടികൾ ഇവരൊക്കെ കഷ്ടപ്പാടാണ്. അലി അടക്കമുള്ള മക്കളൊക്കെ ഉണ്ട് അബൂ താലിബിന്. നബി അബൂ താലിബിൻ്റെ അടുക്ക വന്നിട്ട് പറയുന്നുണ്ട്, മുത്താപ്പ ഞാൻ പണിക്ക് പോയിക്കോട്ടെ. 8 വയസ്സുള്ളപ്പോഴാണ് അത് ചോദിക്കുന്നത്. 8 വയസ്സുള്ളപ്പോൾ അബൂ താലിബ് ചോദിച്ചു, മോനെന്ത് പണിക്ക് പോകാനാ? ഞാൻ ആട്ടിനെ മേച്ചോളാം, അങ്ങനെയെങ്കിലും ഞാനും എൻ്റെ വിഹിതം ഉണ്ടാക്കാലോ. 8ാമത്തെ വയസ്സിൽ ആട്ടിനെ മേക്കാൻ പോയി റസൂല്. ആടിനെ മേച്ചാടുന്നു നമ്മളെ മുത്ത് റസൂൽ. അവസാനം ആ റസൂൽ അങ്ങനെ വളർന്ന് 25 വയസ്സാവുമ്പോഴാണ് നല്ലൊരു വ്യക്തിത്വമായപ്പോൾ
തന്നേക്കാൾ 15 വയസ്സ് പ്രായമുള്ള 2 വട്ടം വിധവയായ മക്കളുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നബിയായിട്ടോ എല്ലാ പരീക്ഷണങ്ങളും ആ റസൂലിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. എല്ലാ പരീക്ഷണങ്ങളും, മർദ്ദന പീഡനങ്ങൾ, അനുചരന്മാരുടെ വേദനിപ്പിക്കുന്ന വാർത്തകൾ എന്ന് മാത്രമല്ല, തനിക്ക് ജനിച്ച ആൺമക്കളൊക്കെ മരിച്ചു. അബുത്തർ അബുത്തർ എന്ന് വിളിച്ചു. തനിക്ക് ജനിച്ച പെൺമക്കൾ 3 എണ്ണവും മരിച്ചു. 6 മക്കളുടെ മയ്യത്ത്, 6 മക്കളെയും വാപ്പാടെ മടിയിലിരുന്ന് മയ്യത്ത് മരിച്ചു. ആ മക്കൾ മരിച്ചു. 6 മക്കളുടെയും മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ചു റസൂല് ജീവിച്ചിരിക്കുമ്പോൾ. 6 മക്കളുടെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി റസൂല്. അവസാനം മരിക്കാൻ നേരത്തെ ഒരു മോള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിലും അപ്പുറമുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ. ആ പരീക്ഷണത്തിലൂടെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ ലോകത്തിന് മുമ്പിൽ അള്ളാഹു താല അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ഭുതകരമായൊരു വ്യക്തിത്വമായിട്ട് അള്ളാഹിൻ്റെ റസൂല് മാറുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും റസൂലിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. അവിടെ അള്ളാഹിൻ്റെ റസൂല് ചെയ്ത വിപ്ലവമാണ് നമ്മൾ ഏറ്റവും നന്നായി പഠിക്കേണ്ട പാഠം. ഞാൻ പറയുന്നു, ഈ ലോകം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളുടെയും നന്മയുടെയും ഉറവിടം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ അങ്ങനെ ഒരു പഠനം നടത്തി നോക്കണം. ഇന്ന് ലോകം അനുഭവിക്കുന്ന നന്മകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒറ്റ കാര്യം പറയാം. അള്ളാഹിൻ്റെ റസൂൽ നിരക്ഷരനായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മഹത്വം നിരക്ഷരനായ ഒരു പ്രവാചകൻ്റെ വായിൽ നിന്ന് വന്നതുപോലെ ആര് പഠിപ്പിച്ചു? അതുകൊണ്ട് ലോകത്ത് വിജ്ഞാനത്തിൻ്റെ വലിയ 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 വിപ്ലവങ്ങൾ അരങ്ങേറി എന്നുള്ളതാണ്. ചരിത്രത്തോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ആരാണ് വിജ്ഞാനത്തിൻ്റെ വലിയ ഗോപുരങ്ങൾ ലോകത്ത് സ്ഥാപിച്ചത്? ദീനും ദുനിയാവും ഒരുപോലെ ലോകത്ത് സ്ഥാപിച്ചതാരാ? അത് മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. പ്രവാചകൻ തൊടുത്തുവിട്ടതാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിജ്ഞാനം തേടുന്നവൻ്റെ മേൽ മലക്കുകൾ ചിറക് വിരിച്ചു തരുമെന്ന്? 1 മണിക്കൂർ വിജ്ഞാന സമ്പാദനം നടത്തുന്നത് 1 ദിവസം മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വിജ്ഞാനം തേടി പുറപ്പെട്ടാൽ സഖലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി ഇന്ന് ലോകത്തോട് പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠർ വിജ്ഞാനമുള്ളവരാണെന്ന് ലോകത്താരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ലോകത്ത് വിജ്ഞാനത്തിൻ്റെ വലിയ വിപ്ലവങ്ങൾ തന്നെ അരങ്ങേറാൻ ഈ നിരക്ഷരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് സാധിച്ചു. കാരണം റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു ജനത റസൂൽ എന്ത് പഠിപ്പിച്ചോ അതുപോലെ അങ്ങ് പോയി എന്നുള്ളതാണ്. ഞാനിതിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, റസൂലുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകേണ്ട ഒരു നല്ല വികാരം, അള്ളാഹിൻ്റെ റസൂലിനെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കണം. അത് റസൂലിൻ്റെ സുന്നത്ത് സ്വീകരിച്ചാൽ മാത്രം പോരാ, സ്നേഹം തന്നെ കാണിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടം റസൂലിനെ തന്നെ പറയണം. കാരണം അള്ളാഹിൻ്റെ റസൂലിനോടുള്ള സ്നേഹം ഇസ്ലാം നിശ്ചയിച്ചതാണ് നമുക്ക്. അള്ളാഹുവിനോടാണല്ലോ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികളേറെ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. ആ അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ സത്യവിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകേണ്ടത് അള്ളാഹിൻ്റെ റസൂലിനോടായിരിക്കണം. കുൽ ഇൻകാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലിൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി. അള്ളാഹ് എണ്ണി പറയാണ്, റസൂലിനോട് പ്രഖ്യാപിക്കാൻ പറയാ. എന്താ? നിങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ബന്ധുക്കളെക്കാൾ, ഇണകളെക്കാൾ, സഹോദരങ്ങളെക്കാൾ, കച്ചവടത്തേക്കാൾ, കൃഷിയേക്കാൾ, ഭവനങ്ങളെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകേണ്ടത് അള്ളാഹുവിനെ, അള്ളാഹിൻ്റെ റസൂലിനെ, ഇസ്ലാമിൻ്റെ മാർഗത്തെ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹിൻ്റെ ശിക്ഷ പ്രതീക്ഷിക്കണം എന്നാ. അക്ഷരാർത്ഥത്തിൽ സ്നേഹം ഉണ്ടായിരിക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാ മനുഷ്യരെക്കാളും മക്കളെക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹിൻ്റെ റസൂലാകാതെ
നിങ്ങളാരും സത്യവിശ്വാസിയാകൂല എന്ന് അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചതാ. അപ്പം ശരിക്കും നമ്മളെ മനസ്സിൽ റസൂലിനോടുള്ള ഒരു മുഹബത്ത് ഇങ്ങനെ ഉണ്ടാവണം. സഹാബാക്കളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറഞ്ഞു, അള്ളാൻ്റെ റസൂലെ, റസൂലിൻ്റെ കൈ പിടിച്ചിട്ടാ പറഞ്ഞേ, അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, എന്നെ കഴിച്ചാൽ പിന്നെ ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം റസൂലിനോടാ. അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, ഉമറേ, നിന്നെക്കാൾ നിനക്കിഷ്ടം നിന്റെ റസൂലിനോടായിരിക്കണം. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അള്ളാഹിനെ എന്നേക്കാൾ ഇഷ്ടം എൻ്റെ റസൂലിനോടാണ്. അങ്ങനെ വന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂല് അപ്പോഴാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. സഹാബാക്കളൊക്കെ അവർ ശരിക്കും റസൂലിനെ കണ്ട് അങ്ങേയറ്റത്ത് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള അതാണല്ലോ. മഹാനായ ഹുബൈബ് റളിയല്ലാഹുവിനെയും സെയ്ദ് റളിയല്ലാഹുവിനെയും മക്കയിലെ മുശ്രിക്കുകൾ കൊണ്ടുപോയിട്ട് തൂക്കുമരത്തിലേറ്റാൻ പോവുകയാണ്. ആ തൂക്കുമരത്തിലേറ്റി അദ്ദേഹത്തെ അവരെ കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തുന്നതിന് മുമ്പ് സെയ്ദ് റളിയല്ലാഹുവിനോടും ഹുബൈബ് റളിയല്ലാഹുവിനോടും അബൂ സുഫിയാൻ ചോദിക്കുന്നുണ്ട്, സാലൂഹു വല്യുർളീക ഇന്നക സാലിമുൻ വലക്കൻ നബിയ്യു ഫിദം മിനൽ ഇത്ലാഖി ഫഅജാബക ലാ സലിംതു മിനർ റിദാ വയുസാബു അൻഫ മുഹമ്മദിൻ ബിർവാഫി. എന്താ നല്ല അദ്ദേഹം സാലൂഹു വല്യുർളീക അന്നക സാലിമുൻ, അവരദ്ദേഹത്തോട് ചോദിച്ചു, നീ സുരക്ഷിതരായിത്തീരുക, നിന്നെ ഈ മരണത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാം. നിനക്ക് പകരം മുഹമ്മദിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. തൂക്കുമരത്തിൽ ഇങ്ങനെ തൂങ്ങാൻ നിൽക്കുന്നതിന് മുമ്പാ നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് രക്ഷപ്പെടുത്തുക, നിനക്ക് പകരം മുഹമ്മദിനെ പകരമായിട്ട് വെക്കുക. അങ്ങനെയാണെങ്കിൽ നീ അത് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിച്ചു. ഏതാളും തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോയല്ലേ. അവർ പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ അങ്ങ് രക്ഷപ്പെടുക എന്ന് വെക്കുകയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ജലദോഷം വരികയാണെങ്കിൽ ഞങ്ങളിത് രക്ഷപ്പെട്ടിട്ട് പകരം റസൂലുള്ളാഹിക്ക് ഒരു ജലദോഷമാണ് വരുന്നതെങ്കിൽ പോലും ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കില്ല. ഇത് കേട്ടതോടെ അബൂ സുഫിയാൻ പറഞ്ഞു, അബൂ സുഫിയാൻ അപ്പോഴാ പറഞ്ഞ്, മാ റഅയ്തു അഹദൻ മിനന്നാസി യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദ, മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കണ പോലെ ഒരു ജനത ഒരു നേതാവിനെ സ്നേഹിക്കണം ഞങ്ങൾ കണ്ടിട്ടില്ല. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മക്കയിലെത്തിയ മക്കയിലെ മുശ്രിക്കുകളോട് നേതാക്കന്മാരോട് മുശ്രിക്കുകൾ വന്നിട്ട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു സന്ധി വ്യവസ്ഥ? സന്ധി വ്യവസ്ഥ ഒക്കെ വളരെ ഉഷാറാ, പക്ഷേ കൂട്ടരെ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ കിസ്റ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്, നജാഷിയുടെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്, വലിയ വലിയ മജ്ലിസുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിൻ്റെ അനുചരന്മാർ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഒരു നേതാവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെയാണല്ലോ അൻസാരി വനിത, ഒരു അൻസാരി വനിതയുടെ ചവിട്ടിലെത്താണ്. എന്താ എത്തിയത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു ഉഹുദ് യുദ്ധത്തിൽ. ആ സ്ത്രീ ഈ വാർത്ത കേട്ടതും ബേജാറോടുകൂടി ഇറങ്ങി ഓടുകയാണ്. ഇറങ്ങി ഓടുമ്പോൾ അവർ പറയുന്നുണ്ട്, അറുവോനി എനിക്ക് കാണിച്ചതാ, അവിടെ എൻ്റെ റസൂല്, അയിന റസൂൽ, എൻ്റെ റസൂൽ എവിടെ, എനിക്ക് കാണിച്ചതാ. പക്ഷെ അവരെ തടഞ്ഞു നിർത്തി പറയാണ് ഒരാൾ, യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന ആൾക്കാർ പറയാണ്, ഇല്ല, റസൂലിനൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ നിങ്ങളുടെ പിതാവ് യുദ്ധത്തിൽ ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ സ്ത്രീ ബോധം കെട്ടില്ല എന്ന് മാത്രമല്ല, ഉടൻ അവർ അടുത്ത ചോദ്യം ചോദിച്ചത്, എന്നാലും എൻ്റെ റസൂലിന് എന്ത് പറ്റി? അവർ വീണ്ടും ഓടുമ്പോൾ പറയുന്നു, മകൻ ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്നാലും റസൂൽ എവിടെ? പിന്നെ ഭർത്താവ് ഷഹീദായി. ഒരു സ്ത്രീയുടെ 4 ആളുകളും സഹോദരൻ ഷഹീദായി. 4 പേരും രക്തസാക്ഷിത്വം വരിച്ചിട്ടും ആ സ്ത്രീ ചോദിക്കുന്നത്, അചഞ്ചലമായി ചോദിക്കുന്നത്, എൻ്റെ റസൂൽ എവിടെ? ഓടി ഓടി യുദ്ധമുഖത്തെത്തുമ്പോൾ റസൂൽ യുദ്ധത്തിൽ ഇങ്ങനെ നിൽക്കണേ, റസൂൽ ഷഹീദായിട്ടില്ല, എവിടെ എൻ്റെ റസൂൽ എന്ന് റസൂലിനെ കാണിക്കുന്നു. റസൂലിനെ കണ്ടതോടുകൂടി ആ സ്ത്രീ പറഞ്ഞുപോയി, കുല്ലു മുസീബത്തിൻ ബാദക ജലൽ, താങ്കൾ ജീവിച്ചിരുന്ന പിന്നൊരു മുസീബത്ത് എനിക്കൊരു പ്രശ്നമല്ല.
റസൂലുള്ള ജീവിച്ച ഭർത്താവിൻ്റെ ഷഹാദത്ത് എനിക്ക് പ്രശ്നമല്ല, റസൂലുള്ള ജീവിച്ചാൽ എൻ്റെ മകൻ്റെ രക്തസാക്ഷിത്വം എനിക്ക് പ്രശ്നമല്ല, റസൂലുള്ള ജീവിച്ചിരുന്നാൽ എൻ്റെ ഉപ്പയുടെയും സഹോദരൻ്റെയും തിരോധാനം എനിക്ക് പ്രശ്നമല്ല. ഞങ്ങളെ ചെളിക്കുണ്ടിൽ നിന്ന് കയറ്റിയ, ഞങ്ങളെ ചെളിക്കുണ്ടിൽ നിന്ന് കരകയറ്റിയ മുഹമ്മദ് റസൂലുള്ള അത് ജീവിച്ചിരിക്കണം. കാരണം അവരങ്ങേയറ്റത്തെ മോശമായ ജീവിതഘടനയിലായിരുന്നു. അവരെയാണ് അള്ളാൻ്റെ റസൂല് ചരിത്രത്തിൻ്റെ താളുകളിൽ ഉയർത്തിയത്. അവരെ ശരിക്കും ഉയർത്തി. വൈൻകാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവരങ്ങേയറ്റത്തെ വഴികേടിലായിരുന്നു, അങ്ങേയറ്റത്തെ വഴികേടിൽ. അവരെ വയുഅല്ലിമുഹുൽ കിതാബ് വൽ ഹിക്മ, വേദം പഠിപ്പിച്ച് സംസ്കരിച്ച് മാറ്റി. ഏത് വിഷയത്തിൽ? എല്ലാ വിഷയത്തിലും. ഇപ്പം നമ്മൾ നോക്കിയേ, മദ്യം 900 കോടി റുപ്യക്കാണ് 900 കോടി റുപ്യക്കാണ് ഈ ഓണത്തിന് കേരളീയൻ കള്ളു കുടിച്ചത്. 1000 പഞ്ചായത്തുള്ളൂ കേരളത്തിൽ. നിങ്ങൾ വിചാരിക്കണം, 1000 പഞ്ചായത്തുള്ളൂ, 1 കോടി റുപ്യ എപ്പർ പഞ്ചായത്ത് വെച്ച് കുടിച്ചു തീർത്തു എന്നാണ് പറഞ്ഞത്. എവിടെ ഈ 4 ദിവസം കൊണ്ടേ? അതേ എന്താ കാരണം? ഇവിടുത്തെ ആക്സിഡൻറ്റ് മുഴുവൻ മദ്യം, ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മദ്യമാണ്. പക്ഷെ അള്ളാൻ്റെ റസൂലല്ലാതെ ലോകത്താരെങ്കിലും മദ്യമുക്തമായൊരു സമൂഹത്തെ ചരിത്രത്തിൽ കാണിച്ചിട്ടുണ്ടോ? എത്ര വലിയ മദ്യപന്മാരായിരുന്നു. മരിച്ചുപോയാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുളിച്ചു മൂടണമെന്ന് പറഞ്ഞവർ, മദ്യത്തെ പാടിപ്പുകഴ്ത്തിയവർ. പക്ഷേ ചരിത്രത്തിൻ്റെ താളുകളിൽ നട്ടപ്പാതിരാക്ക് പോലും മദ്യം കഴിക്കാത്തൊരു സമൂഹത്തെ ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത ഒരേ ഒരു മഹാനായ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഞാൻ പറയുന്നു, റസൂലിൻ്റെ മിറാക്കിൾ അവിടെ, റസൂലിൻ്റെ അത്ഭുതം അവിടെ. തൻ്റെ മുടി 1/2 സെൻറ്റിമീറ്റർ നീളുന്നിടത്തല്ല റസൂലിൻ്റെ മിറാക്കിൾ. റസൂലിൻ്റെ മിറാക്കിൾ മദ്യത്തിനടിമയായി കഴിഞ്ഞിരുന്ന ഒരു ജനപദത്തെ നട്ടപ്പാതിരാക്ക് പോലും മദ്യം കടിക്കാത്ത ചരിത്രത്തിൻ്റെ താളുകളിൽ മദ്യമുക്തമായൊരു സമൂഹത്തെ സൃഷ്ടിച്ചു എന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മിറാക്കിൾ. ഒരു വിഷയത്തിലാണോ? ഒരൊട്ടകത്തിൻ്റെ കയറിന് വേണ്ടി നൂറ്റാണ്ടുകൾ യുദ്ധം ചെയ്തവർ, മുമ്പിൽ പോയ കുതിരയുടെ കാലിൽ പിന്നിൽ വന്നവൻ്റെ കുതിര ചവിട്ടി എന്നതിൻ്റെ പേരിൽ 2 പതിറ്റാണ്ട് യുദ്ധം ചെയ്തവർ, വൈരവും അക്രമവും വെച്ച് പുലർത്തിയൊരു ജനതയെ പിന്നെ റസൂല് മാറ്റിയതെങ്ങനെ? സാഹോദര്യത്തിൽ ഊട്ടി ഉറപ്പിച്ചു. യുദ്ധത്തിലൊരാളിങ്ങനെ രക്തസാക്ഷിയാകാൻ പോകുന്നു, അയാളെ അവസാനത്തെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി വിളിക്കുകയാണ്, മാ വെള്ളം വെള്ളം. ഓടി വെള്ളവുമായി ചെല്ലുമ്പോൾ തൻ്റെ തൊണ്ടൊന്ന് നനച്ചിട്ട് മരിക്കണം, ഷഹീദാകണം. അവസാനത്തെ തുള്ളി വെള്ളത്തിന് വേണ്ടി യാചിച്ച മനുഷ്യൻ്റെ അടുത്തേക്ക് വെള്ളവുമായി ചെന്നപ്പോൾ തൊട്ടപ്പുറത്തുനിന്നും ആ അവസാനത്തെ ആംഗ്യം കാണിക്കുകയാണ്, എനിക്ക് വേണ്ട, അങ്ങോട്ട് കൊടുത്തോ. അവിടെ ചെല്ലുമ്പോൾ അപ്പുറത്തുനിന്നും കേൾക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ അയാൾ ഷഹീദാകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവരൊക്കെ ഷഹീദാകുന്ന ചരിത്രത്തിലെ തുല്യതയില്ലാത്ത സാഹോദര്യമുള്ളൊരു ജനതയായി മുഹമ്മദ് റസൂലുള്ള അവരെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ആരങ്ങനെ ഒരു ലോകത്തെ ജനതയെ മാറ്റും? ഏത് മേഖലയിലാണ് മാറ്റാത്തത്? ഇപ്പം ഈ സദസ്സിലേറെ സ്ത്രീകളാണ്. ഞാൻ പറയാറുണ്ടല്ലോ, എപ്പോഴും പറയുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് മുഹമ്മദ് റസൂലുള്ളയോടാണ്, അള്ളാൻ്റെ റസൂലിനോടാണ് നിങ്ങൾ ഏറ്റവും കടപ്പെട്ടത്. നിങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ ഫെമിനിസ്റ്റുകളും ഇവിടുത്തെ സ്ത്രീകളൊക്കെയും. കാരണം അവർക്കൊക്കെ ഈ ആഠ്യത്വത്തിൻ്റെയും ഇത്രയും സ്ത്രീകളുടെ വ്യക്തിത്വം നൽകിയത് റസൂലാണ്. കാരണം അള്ളാൻ്റെ റസൂല് വരുന്ന കാലത്ത് മാത്രമല്ല, പിന്നെ ഈ സ്ത്രീകളുടെ അവസ്ഥ എന്താ? റസൂല് വരുമ്പോൾ സ്ത്രീകളെ, പെൺകുഞ്ഞുങ്ങളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയായിരുന്നു. കുഴിച്ചു മൂടുക എന്നുള്ളതാണ് അഭിമാനം. അങ്ങനെയല്ലോ, 10 പെൺമക്കളെ കുഴിച്ചു മൂടിയ സ്വഹാബി അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞു, റസൂലെ, ജാഹിലിയ്യ കാലത്ത് 10 പെൺകുട്ടികളെ ഞാൻ കുഴിച്ചു മൂടി. 10ാമത്തെ കുട്ടിനെ നാട്ടുകാരിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഞാൻ രഹസ്യമായി വളർത്തി. ഒരു ദിവസം എൻ്റെ മോളെ മുഖത്തേക്ക് നോക്കിയപ്പോൾ, അയ്യേ, ഞാനൊരു പെണ്ണിൻ്റെ വാപ്പ, നാണക്കേട് തോന്നി എനിക്ക്. ഭാര്യയിൽ നിന്ന് തന്ത്രപൂർവ്വം കുട്ടിനെയും കൂട്ടി ഞാൻ മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ ഞാനൊരു കുഴിയെടുക്കുമ്പോൾ ഇത്തിരി മണ്ണെൻ്റെ കവിളിലേക്ക് വീണപ്പോൾ എൻ്റെ പൊന്നുമോൾ ഉപ്പ എന്ന് പറഞ്ഞിട്ട് മാറ്റിത്തന്നു. എന്നിട്ടും റസൂൽ എൻ്റെ മനസ്സലിഞ്ഞില്ല. ഉപ്പ എന്ന നിലവിളികൾക്കിടയിൽ ജീവനോടെൻ്റെ മോളെ ഞാൻ കുടിച്ചുമൂടി റസൂലെ. ഇത് പറയുമ്പോൾ ഈ സ്വഹാബി കരയുന്നു, അള്ളാൻ്റെ റസൂലും കരയാണ്. സ്വഹാബി ഇത് പറയുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ റസൂലെ, താങ്കൾക്ക് ഇത്തിരി നേരത്തെ വന്നുകൂടായിരുന്നോ? ഇത്തിരി നേരത്തെ റസൂലായി വന്നിരുന്നെങ്കിൽ എൻ്റെ മക്കളൊന്നും കൊല്ലപ്പെടുമായിരുന്നില്ലല്ലോ. കാരണം പിന്നെ ആ റസൂല്, ഇത് അന്നത്തെ അവസ്ഥ അറബികൾ മാത്രമല്ല, നമ്മൾ അറബികളെ കഥ പറയല്. ഈ ഇന്ത്യയിൽ നടന്ന ചർച്ച സ്ത്രീക്ക് ആത്മാവുണ്ടോ ഇല്ലെന്നാണ് തീരുമാനിച്ചത്. ഗ്രീക്കിൽ നടന്ന ചർച്ച സ്ത്രീ ആത്മാവുള്ള ജീവിയാണോ ഇല്ലേന്നാണ്. മനുഷ്യവർഗത്തിൽപ്പെട്ടതാണോ അല്ലേന്നാണ്. മനുഷ്യവർഗത്തിൽപ്പെട്ടതല്ല എന്നാണ് പ്രഭുസഭ തീരുമാനിച്ചത്.
മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ജീവിയാണ് സ്ത്രീ. നാഗത്തെക്കാളും സർപ്പത്തെക്കാളും വിഷമയമാണ് പെണ്ണ്. അവൾ സുഖമനുഭവിക്കാൻ പാടില്ല. ഇതായിരുന്നു ആ കാലഘട്ടത്തിലും പിൽക്കാലത്തും ഉണ്ടായിരുന്ന അവസ്ഥ. കേരളത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, ഈ അടുത്ത കാലം വരെ ഒരു 100-150 കൊല്ലം മുമ്പ് 80% സ്ത്രീകൾക്കും മാറുമറക്കാൻ പാടില്ല, തുണി ഉടുക്കാൻ പാടില്ല. അവരുടെ സ്ഥലങ്ങൾ മറച്ചാൽ ശിക്ഷയാണ്. ബ്രിട്ടീഷുകാരുടെ കൂടെ വേലക്ക് പോയ ആൾ സ്ഥലം മറച്ച് വന്ന ഈഴവ പെണ്ണിൻ്റെ 2 സ്ഥലങ്ങളും മാറുമറച്ചു എന്നതിൻ്റെ ഒറ്റ കാരണത്താൽ തിരുവിതാംകൂർ അമ്മ മഹാറാണി കൊട്ടാരത്തിൽ വിളിപ്പിച്ചു വരുത്തി മുറിച്ചങ്ങ് മാറ്റി. നങ്ങേരി തൻ്റെ മാറുമറച്ചതിൻ്റെ പേരിൽ കരം കൊടുക്കേണ്ടി വന്നതിൻ്റെ പേരിൽ നങ്ങേരി അവസാനം തൻ്റെ 2 സ്ഥലങ്ങളും മുറിച്ചു മാറ്റിയ കഥ കേരളത്തിലുണ്ട്. ഈ അടുത്തല്ലേ പ്രൊഫസർ എം ലീലാവതി, വലിയ ആദ്യത്തെ നായർ തറവാട്ടിൽ ജനിച്ച പ്രൊഫസർ ഡോക്ടർ എം ലീലാവതി, അവർ പറയാണ്, എൻ്റെ അമ്മ വലിയ പരിഷ്കാരിയായിരുന്നു, ഭയങ്കര പരിഷ്കാരിയായിരുന്നു എൻ്റെ അമ്മ. എന്താ പരിഷ്കാരം എന്നറിയോ? എൻ്റെ അമ്മ ബ്ലൗസ് ഉടുത്തു, എൻ്റെ അമ്മ ബ്ലൗസ് ഇട്ടു, ബ്ലൗസ് ഇട്ടിട്ട് മനയിലേക്ക് ചെന്നു. അവർ ബ്ലൗസ് അഴിക്കാൻ പറഞ്ഞു, ബ്ലൗസ് അഴിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞു ബ്ലൗസ് അഴിക്കൂല, ബ്ലൗസ് അഴിക്കൂല എന്ന് പറഞ്ഞു. അവസാനം ആ മനയിൽ നിന്ന് ഇറക്കിപ്പെട്ടു. ഇതൊന്നും നടന്നത് 1300 കൊല്ലം മുമ്പല്ല, ആ 1400 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മന്നാല സലാസ ബനാത്തിൻ ഫദ്ദബഹുന്ന ഫസബ്ബജഹുന്ന ഫലഹുൽ ജന്ന. ആർക്കെങ്കിലും 3 പെൺമക്കളുണ്ടായി വിവാഹം ചെയ്തു കൊടുത്താൽ, വിദ്യാഭ്യാസം ചെയ്ത് വിവാഹം ചെയ്തു കൊടുത്താൽ സ്വർഗം. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് 2 പെൺമക്കളുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു 2 ആണെങ്കിലും സ്വർഗം. ഒരു സഹാബി വീണ്ടും പറഞ്ഞു, റസൂലേ, എനിക്കൊരു മോളേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറഞ്ഞു, 1 മോളെയാണെങ്കിലും ശരി, നിങ്ങൾക്ക് സ്വർഗം. ആ പെണ്ണിന് ആദ്യമായി സ്വത്തവകാശം നൽകി, വസ്ത്രം നൽകി, വിവാഹമോചനാധികാരം നൽകി. സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് പോലും ഏറ്റവും കൂടുതൽ അനന്തരാവകാശികളിൽ അവകാശമുണ്ടായത് സ്ത്രീക്കാക്കി പ്രഖ്യാപിച്ചു. മദീന മാർക്കറ്റിൻ്റെ ചാർജ് സ്ത്രീക്ക് കൊടുത്തു. പണ്ഡിതയും വിദൂഷയുമായ സ്ത്രീകളാക്കി മാറ്റി. ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ രക്ഷിച്ചത് ഉമ്മു അമ്മാറ എന്ന് പറയുന്ന സ്വഹാബി വനിത. മുസൈലിമത്തുൽ കദ്ദാബിനെ അവസാന നിമിഷത്തിൽ വധിക്കുന്നതിൻ്റെ എല്ലാ നീക്കങ്ങളും നടത്തിയത് ഉമ്മു അമ്മാറ എന്ന് പറയുന്ന വനിത. ചരിത്രത്തിൻ്റെ താളുകളിൽ സ്ത്രീകളെ ഉയർത്തി ഉന്നത സ്ഥാനത്തേക്ക് എത്തിച്ചു. ഞാൻ പറയുന്നു, സ്ത്രീകളേറെ കടപ്പെട്ടത് മുഹമ്മദ് റസൂലുള്ളയോടാണ്. അതിനേക്കാളും വലിയ ചർച്ചയാവേണ്ട വിഷയം ലോകത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അസമത്വം അല്ലേ. നമ്മൾ ഇതൊക്കെ ചരിത്രം പഠിക്കണം. നമ്മളിങ്ങനെയൊക്കെ ഈ കേരളത്തിൽ ഇങ്ങനെ സദസ്സിരുന്നിരുന്നോ? പണ്ട് ഇല്ല. കേരളത്തിൽ ഇങ്ങനെ മനുഷ്യന്മാരെ അടുത്തിരുന്നിരുന്നില്ല. കാണാൻ പാടില്ല, തീണ്ടാൻ പാടില്ല, തൊട്ടുകൂടാൻ പാടില്ല. അംബേദ്കർ എന്ന് പറയുന്ന ആൾ, മിടുക്കനായ പയ്യന്, മാഷ് ബ്ലാക്ക് ബോർഡിൽ ഒരു കണക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴേ ചോക്കെടുത്ത് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ക്ലാസ്സിൽ ഉഗ്രബഹളം, ഭയങ്കര ഒച്ച. പാടില്ല. എന്താ കാരണം എന്നറിയാമോ? ആ ബ്ലാക്ക് ബോർഡിൻ്റെ താഴെ സവർണ വീട്ടിലെ പെൺകുട്ടികളുടെ ചോറ്റുപാത്രം ഇരിക്കുന്നുണ്ട്. സവർണ വീട്ടിലെ കുട്ടികൾ ബെഞ്ചിലിരിക്കുമ്പോൾ അംബേദ്കർ നിലത്താണ്. അംബേദ്കർ നിലത്താണ്. ആരാണ് അംബേദ്കർ? ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ച ആള്. ഇത് അംബേദ്കറുടെ മാത്രമല്ല, കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നിരുന്നത്? പ്രാന്താലയത്തേക്കാൾ ഉപ്പ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പുലിയനെ തല്ലിക്കൊന്ന നാട്. എന്തെല്ലാം അത്യാചാരം! ഞാൻ പറയില്ലേ, ഗാന്ധിജി പോലും വൈക്കൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള റോട്ടിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി സമരം ചെയ്തിട്ട് തിരുമേനി, അതായത് നമ്പൂരിയുടെ മനയിലേക്ക് ചെന്നിട്ട് പ്രവേശിപ്പിച്ചില്ല. നിശ്ചിത വാര അകലെ ഒരു ഷെഡ് കെട്ടിയിട്ട് ഗാന്ധിജി അവിടെ നിർത്തിയിട്ട് ഇത്ര അകലത്തിൽ നിന്നിട്ടാണ് നമ്പൂതിരി സംസാരിച്ചത്. ഗാന്ധിജി ക്ഷത്രിയനാണ്, സവർണനാണ്, പക്ഷേ ബ്രാഹ്മണനല്ല. ബ്രാഹ്മണനല്ലാത്തവൻക്ക് ബ്രാഹ്മണൻ്റെ വീട്ടിലേക്ക് പ്രവേശനമില്ല. ഇതിൻ്റെ 1400 വർഷം മുമ്പ് ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലി അബിയദ അലാ അസ്വദ വലാ ലി അസ്വദ അലാ അബിയദ. അറബിക്കൻ അറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ശ്രേഷ്ഠതയില്ലെന്ന് പ്രസംഗിച്ചതല്ല, നടപ്പിലാക്കി റസൂൽ. നടപ്പിലാക്കി. ഒരു രാത്രിയിൽ നട്ടപ്പാതിരാക്ക് റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് കയറി വന്ന ബിലാൽ. ആരാന്ന് ചോദിച്ചു. റസൂല്. ബിലാലാണ്. റസൂൽ ഓടിക്കേറി കെട്ടിപ്പിടിച്ചു. ആദ്യമായിട്ടാണ് ആ ശരീരത്തിൽ വെളുത്ത തൊലിയുള്ള മനുഷ്യൻ തൊട്ടത്. അത് വെറും തൊടലല്ല, ആലിംഗനത്തോടുകൂടി ചേർത്ത് പിടിച്ചു. അന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിച്ച വൈദ്യുത തരംഗം ലോകം അതുവരെ വെച്ചു പുലർത്തിയ, പിൽക്കാലത്തും വെച്ചു പുലർത്തിയ സകല അസമത്വത്തിൻ്റെ ചീട്ടുകൊട്ടാരങ്ങൾ തച്ച് തകർക്കുന്നതായിരുന്നു.
ആ ബിലാൽ പിന്നെ റസൂലിൻ്റെ മജ്‌ലിസിലെ ഉന്നതനാണ്. കഴുതച്ചാണകത്തിൻ്റെയും ഒട്ടകച്ചാണകത്തിൻ്റെയും തൊഴുത്തിൽ കടന്ന കുപ്പായം ജീവിതത്തിൽ ധരിച്ചിട്ടില്ലാത്ത, കഅബ കണ്ടിട്ടില്ലാത്ത അബിസീനിയൻ അടിമയായ ബിലാൽ. ആ ബിലാൽ പിന്നെ റസൂലിൻ്റെ മജ്‌ലിസിലെ ഏറ്റവും ശ്രേഷ്ഠൻ. ആ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് പിന്നെ മദീന വിട്ട മനുഷ്യൻ. പിന്നൊരിക്കൽ മദീനയിൽ വന്നിട്ട് ബാങ്ക് വിളിച്ചപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോഴേക്കും ബാങ്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ വീണുപോയ മനുഷ്യൻ. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയല്ലേ അള്ളാഹിൻ്റെ റസൂല് മക്ക ഫതഹിൻ്റെ അന്ന് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വിജയപ്രഖ്യാപനം നടത്താൻ ആ റസൂല് തൻ്റെ 10,000-കണക്കിന് അനുചരന്മാരെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. അതൊരു വല്ലാത്ത രംഗാണത്. ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊതിച്ചുപോയി, ഞാനല്ലേ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്താള്, എന്നെ റസൂല് വിളിച്ചെങ്കിൽ. ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു പോയി റസൂലിനെ വിളിച്ചെങ്കിൽ. അലി റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ച് വിളിച്ചെങ്കിൽ. പക്ഷെ അള്ളാഹിൻ്റെ റസൂല് ക്ഷണിച്ചത് അയില ബിലാൽ. എവിടെ ബിലാൽ? കഅബയുടെ അകലെ മാറി നിൽക്കുന്ന ബിലാൽ കഅബയുടെ അടുത്ത് നിൽക്കുന്ന റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നു. റസൂല് പറഞ്ഞു, കയറി ബാങ്ക് വിളിക്ക്. സ്തൂപം പോലുള്ള കഅബയുടെ മുകളിൽ കയറാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ റസൂലിൻ്റെ കൈത്തണ്ട കഅബാലയത്തിൻ്റെ ചുമരിനോട് ചേർത്ത് വെച്ചു. ചവിട്ടി കയറി ബാങ്ക് വിളിച്ചു. കയറുന്നതിന് മുമ്പ് ഇടയിലൊരു സംഭവം ഉണ്ടായി. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടുത്തം വിട്ടുപോയി, താഴേക്ക് ഉതിർന്നു വീണു. ഉതിർന്നു വീണപ്പോൾ മുഹമ്മദ് റസൂലുള്ള തൻ്റെ 2 തോളും ബിലാലിൻ്റെ കാലിൻ്റെ അടിയിൽ വെച്ചുകൊടുത്തു. ഇപ്പം എന്താ കാണുന്നതെന്നറിയോ? ബിലാൽ റളിയല്ലാഹു അൻഹു കഅബം അങ്ങനെ തപ്പിപ്പിടിച്ച് നിൽക്കുക, അദ്ദേഹത്തിൻ്റെ 2 കാലും ഖുറൈശി തറവാട്ടിലെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ തോളത്ത്. ലോകത്ത് ഇതുപോലൊരു ചിത്രമുണ്ടോ? ലോകത്തിലെ ഏറ്റവും മഹത്തായ ഭവനത്തിൻ്റെ ദേവാലയത്തിനെ തത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കറുകറുത്ത ബിലാൽ അടിമ ഏറ്റവും പ്രഗത്ഭനായ പ്രവാചകന്റെ തോളത്ത് ചവിട്ടി നിൽക്കുന്ന ഒരു രംഗം. ബാങ്ക് വിളിച്ചപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞല്ലോ, എൻ്റെ വാപ്പ ജീവിച്ചിരിക്കാൻ ഞാൻ നന്നായി. കഅബാലയത്തിൻ്റെ 4 അയലത്തേക്ക് വരാൻ പാടില്ലാത്ത ബിലാൽ കഅബാലയത്തിൻ്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്ന രംഗമെങ്ങാനെൻ്റെ ജാഹിലിയ മനസ്സുള്ള വാപ്പ കണ്ടിരുന്നെങ്കിൽ കഅബാലയത്തിൻ്റെ തിരുമുറ്റത്ത് വാപ്പ ഹൃദയം പൊട്ടി മരിച്ചേനെ. എന്താണ് ഈ കാണുന്നത്? ആരെയാണ് മുഹമ്മദ് മുകളിൽ കയറ്റിയിരിക്കുന്നത്? അബിസീനിയൻ അടിമയായ ബിലാലിനെ. ആ ബിലാൽ ആരെയാണ് താഴെ നിർത്തിയിരിക്കുന്നത്? ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരെ. ഒറ്റപ്പെട്ട ഉദാഹരണമല്ല, ലോകത്ത് ആ സമത്വം നടപ്പാക്കി. അസമത്വത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടായില്ല. മനുഷ്യരൊന്നാണെന്ന് പ്രഖ്യാപിച്ചു, അത് നടപ്പിൽ വരുത്തി മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ നടപ്പിൽ വരുത്തി ആരെങ്കിലും ചരിത്രത്തിൻ്റെ താളുകളിലുണ്ടോ? ഇല്ല. നമ്മൾ ഏത് വിഷയങ്ങൾ എടുത്തോളും, ഇപ്പം നീതിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറയാറുണ്ടല്ലോ. ലോകത്തെന്ത് നീതി അല്ലേ? നമ്മൾ പറയും ലോകത്തെന്ത് നീതി. പക്ഷേ അള്ളാഹിൻ്റെ റസൂല് നീതി നടപ്പാക്കി. അന്ന് റസൂല് നീതി നടപ്പാക്കുന്ന കാലത്ത് ലോകത്ത് നീതിയില്ല. രാജാക്കന്മാരും ഭരണാധികാരികളും പറയുന്നത് എന്തോ അതാണ് ലോകം. പക്ഷേ നീതി എന്താണെന്ന് ലോകത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തത് നീതിമാനായ റസൂലാണ്. ആ റസൂലിൻ്റെ അടുക്കൽ സമ്പന്ന വീട്ടിലെ പെൺകുട്ടി തെറ്റ് ചെയ്തപ്പോൾ ശിക്ഷയിൽ ഇളവ് ചെയ്തു കൊടുക്കാൻ ഒരു സ്വഹാബി റസൂലുള്ളാഹിനടുത്ത് ശുപാർശ ചെയ്തു. അന്ന് റസൂൽ മുഖം കൊണ്ട് ചുവന്നു. അന്ന് റസൂല് പറഞ്ഞു, നിങ്ങളുടെ മുൻകാല സമുദായങ്ങൾ ശിക്ഷിക്കപ്പെടാൻ കാരണം അവരിലെ സമ്പന്നർ തെറ്റ് ചെയ്താൽ വെറുതെ വിടുകയും പാപങ്ങൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ്. ലൗ സരിക്കത്ത് ഫാത്തിമ ബിന്തു മുഹമ്മദ് ലഖത്അത് യദഹാ. എൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ കട്ടാൽ വിടില്ല ഞാൻ, അവളുടെ കൈ മുറിക്കും. എൻ്റെ മോള് കട്ടാൽ അവളെ കൈ ഞാൻ മുറിക്കും. ലോകത്ത് ഇതിനേക്കാൾ വലിയ നീതിവാചകല്ല. അതുകൊണ്ടാണ് ആ റസൂലിൻ്റെ സ്കൂളിൽ പഠിച്ച, മദ്രസയിൽ പഠിച്ച, പാഠശാലയിൽ പഠിച്ച കുട്ടികളാണ് പിൽക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നീതിമാന്മാരായ ഭരണാധികാരികൾ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി റളിയല്ലാഹുവിനെ പോലെ, ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലെ, അബൂബക്കർ സിദ്ദീഖിനെ പോലുള്ള നീതിമാന്മാരായ ഭരണാധികാരികൾ ആ റസൂലിൻ്റെ പാഠശാലയിൽ പഠിച്ചവരാ. ഉമർ റളിയല്ലാഹുവിൻ്റെ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. അംറുബിലാസ് എന്ന് പറയുന്ന പ്രഗത്ഭനായ സ്വഹാബിയുടെ മകൻ കോപ്റ്റി ക്രിസ്ത്യാനി പയ്യനെ അടിച്ചപ്പോഴേ മദീന പള്ളിയിലിട്ടിട്ട് തിരിച്ചടിച്ചു റസൂൽ ഉമർ റളിയല്ലാഹു. അടി കുറച്ച് കൊണ്ടപ്പോൾ ദയനീയമായി നോക്കിയ അംറുബിലാസ് റളിയല്ലാഹുവിനോട് ഉമർ റളിയല്ലാഹുവിന് ചോദിക്കുന്നുണ്ട്, മത്താ ഇസ്താബത്തുമുന്നാസ് വഖദ് വലത്തുഹും ഉമ്മഹാത്തുഹും മഹ്റാറാ. അല്ലയോ അംറുബിലാസ്. അംറുബിലാസ് എന്ന പ്രഗത്ഭ സ്വഹാബിയാണ്, വളരെ പ്രഗത്ഭനാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ സന്തത കൂട്ടുകാരനാണ്, ഈജിപ്തിൻ്റെ ഗവർണറാണ്. ആ അംറുബിലാസിനോട് ചോദിക്കുകയാണ്, എന്നാണ് ജനങ്ങൾ അടിമകളാക്കാൻ അള്ളാഹ് അനുവദിച്ചത്? അവരുടെ ഉമ്മമാരൊക്കെ അവരെ സ്വതന്ത്രരായിട്ടാണ് പെട്ടത്. കോപ്റ്റി ക്രിസ്ത്യാനിക് പയ്യനെ കൊണ്ട് മസ്ജിദുൻ നബവിയിലിട്ട്, മുസ്ലിമീങ്ങളുടെ മുന്നിലിട്ട്, സ്ത്രീകളുടെ മുന്നിലിട്ട്, സഹാബാക്കളുടെ മുന്നിലിട്ട്, ഉമർ റളിയല്ലാഹുവിൻ്റെ മുന്നിലിട്ട്, വാപ്പ അംറുബിലാസിൻ്റെ മുന്നിലിട്ട്
തിരിച്ചടിപ്പിച്ചു റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു. ഇത് ലോകത്തിന് പകർന്നു കൊടുത്തത് മുഹമ്മദ് റസൂലുള്ളയാണ്. ഇങ്ങനെ ലോകത്ത് വിപ്ലവം ഉണ്ടാക്കിയത് റസൂലാ. ഇനി നിങ്ങൾ നോക്കിയേ, ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഏത് മാതൃക എടുത്തോളൂ, ആ മാതൃകയിൽ ഒന്നാം സ്ഥാനത്ത് റസൂലാ. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതാ. നിങ്ങളൊരു പിതാവാണെങ്കിൽ, മകനാണെങ്കിൽ, നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ, നിങ്ങളൊരു പ്രഭാഷകനാണെങ്കിൽ, നിങ്ങളൊരു അഭയാർത്ഥിയാണെങ്കിൽ, നിങ്ങൾ ആരുമാകട്ടെ എന്താകട്ടെ, നിങ്ങൾക്ക് റസൂലിൽ മാതൃക ഉണ്ട്. അതിലൊക്കെ റസൂലിൽ മാതൃക ഉണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാതൃക ഇല്ലാതില്ല. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ എന്ന് ലോകത്തോട് പറഞ്ഞ ഒരേ ഒരു വിഭാഗം മുഹമ്മദ് റസൂലുള്ളയാണ്. മാത്രമല്ല, ആ റസൂല്, നമ്മുടെ റസൂൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വെള്ളക്കുപ്പായം വെള്ള തുണിയൊക്കെ എടുത്തിട്ട് ഒരു താടിയൊക്കെ വെച്ചൊരു പാവത്താനായ ഒരു ഭക്തനായ മനുഷ്യൻ, അങ്ങനെയല്ല റസൂല്. അദ്ദേഹം ഭക്തനായിരുന്നു, രാത്രിയിൽ ദീർഘനേരം നിസ്കരിച്ചിരുന്നു, കാലിൽ നീര് വന്നിരുന്നു. അള്ളാഹുമായിട്ട് അബുദൻ ആ നീര് വല്ലാതെ വരുമ്പോൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, റസൂലെ എന്തിനാണ് ഇങ്ങനെ വല്ലാതെ, താങ്കളുടെ കഴിഞ്ഞു പോയ പാപവും വരാനിരിക്കുന്ന പാപവും പുറത്തല്ലേ? അപ്പോൾ റസൂല് ചോദിക്കുകയാണ്, ഞാനൊരു അബുദൻ ഷക്കൂർ, നന്ദിയുള്ള അടിമയാകണ്ടേ. ബദറിൻ്റെ തലേന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന റസൂല്. പക്ഷേ ആ റസൂല് ഏതെങ്കിലും പള്ളിയിലിരുന്നിട്ട് ഇങ്ങനെ ആത്മീയമായ കാര്യം ചെയ്ത് പാപങ്ങളേറ്റ് ജീവിച്ച മനുഷ്യനല്ല, മറിച്ച് ജനങ്ങൾക്കിടയിലായിരുന്നു റസൂൽ. അതുകൊണ്ടാണ് സഹാബാക്കൾ ചോദിച്ചത്, അല്ല ഖുർആൻ എടുത്ത് പറഞ്ഞല്ലോ, മാലി ഹാദർ റസൂൽ, ഇതെന്ത് റസൂല്, ഇതാപ്പോൾ റസൂല്. യഅ്കുലു ത്വആമോ യംശി ഫിൽ അസ്വാഖ്, ഭക്ഷണം കഴിക്കുക അങ്ങാടിയിലൂടെ നടക്കുകയും ചെയ്യുന്ന ആൾ. റസൂല് തെരുവിലായിരുന്നു, അങ്ങാടിയിലായിരുന്നു റസൂല്. അതാ റസൂൽ ഇങ്ങനെ നോക്കും. റസൂൽ ഉണ്ടാക്കിയ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഇസ്ലാമിൻ്റെ മാർക്കറ്റ്. അങ്ങനെ പോകുമ്പോൾ ഗോതമ്പിൽ അദ്ദേഹം വിരലിട്ട് നോക്കി, കൈയിട്ട് നോക്കി, നനവനുഭവപ്പെട്ടു. അടിയിൽ നനഞ്ഞ ഗോതമ്പ്. റസൂൽ അത് ഇടപെടുന്നു, മാർക്കറ്റിൽ ഇടപെടുന്നു റസൂല്. പൂഴ്ത്തി വപ്പിക്കുന്നവരെ കുറിച്ച് താക്കീത് കൊടുക്കുന്നു റസൂല്. ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് നടക്കുന്നു. മദീനയിൽ ഒരു വലിയ സ്ഫോടനം, ഒരു വലിയ ശബ്ദം, എന്തോ ഒരു ഒച്ചപ്പാട്. ആളുകളൊക്കെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. പക്ഷേ പതുക്കെ പതുക്കെ ശബ്ദമുണ്ടാക്കിയെടുത്ത് പോകാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ ശബ്ദമുണ്ടായ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. ആരുമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? ശബ്ദം കേട്ട വഴിക്ക് ആദ്യം ഓടിയത് റസൂല്. അവിടെ ചെന്നിട്ട് റസൂല് പറയാണ്, കുഴപ്പമൊന്നുമില്ല, അത് വേറൊരു ശബ്ദം ഉണ്ടായതാണ്, ആരും പരിഭ്രാന്തരാകണ്ട. ആ റസൂല് വലിയ അരമനയിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയല്ല. മുസ്ലിമീങ്ങൾ കിടങ്ങ് വെട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ കിടങ്ങ് വെട്ടിയത് റസൂല്. മുസ്ലിമീങ്ങൾ പട്ടിണി കിടന്നപ്പോൾ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് റസൂല്. അതെ, കിസ്ര രാജാക്കന്മാർ കൊട്ടകൊത്തളങ്ങളിൽ ജീവിക്കുമ്പോൾ റസൂലിൻ്റെ വീട്ടിൻ്റെ ഘടന നിങ്ങൾക്കറിയോ? 7 മുഴമുള്ള ഒരു റൂം, ഒറ്റ മുറി, 7 മുഴമുള്ള വിസ്തീർണമുള്ളൊരു മുറി. ആ മുറിക്കകത്ത് എന്താ ഉള്ളതെന്നറിയോ? ഈന്തപ്പനയുടെ കുരു കൊണ്ട് നിറച്ച തലയണ, ഈന്തപ്പനയുടെ വള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു തടുക്ക്, അതാണ് കട്ടില്. ആകെ കൂടി അവിടെ ഉള്ള ഒരൊറ്റ ഫർണിച്ചർ എന്ന് പറയുന്നത്, ഒരു ഫർണിച്ചറും പാത്രവുമായി പറയാനുള്ളത് ഒരു തുകലിൻ്റെ സഞ്ചി, വെള്ളം കോരാനുള്ള ഒരു സഞ്ചി. പിന്നൊന്നും ആ വീട്ടിലില്ല. ചെറിയ എന്തോ പാത്രത്തിൻ്റെ അംശം, ഇത്ര മാത്രമേ റസൂലിൻ്റെ വീട്ടിലുള്ളൂ. റസൂലിന് വേണമെങ്കിൽ രാജാക്കന്മാരെ പോലെ കഴിയാം. മദീന രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയാ റസൂല്. റസൂല് ചോദിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്നവരാ സഹാബാക്കളെ. സമ്പന്നരാ കൂട്ടത്തിലുണ്ട്, ഒരുപാട് സമ്പന്നതയുള്ള ആളുകളുണ്ട്. പക്ഷെ ആ റസൂല് ജീവിച്ചത് പാവങ്ങളെപ്പോലെ, സാധാരണക്കാരനെ പോലെ പട്ടിണി കിടന്ന് ജീവിക്കുന്നു. എൻ്റെ ഭർത്താവായ റസൂല് മുത്തതാബിഈൻ 2 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ചിട്ടില്ല, വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെയാണ് റസൂല് ജീവിച്ചത്. ആ റസൂല് ബഹുസ്വരതയിൽ ജീവിച്ചു. ജനങ്ങളുടെ അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ റസൂല് മുസ്ലിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു മൊയ്ലിയരല്ല. റസൂലിൻ്റെ വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാടെ പടയെങ്കിൽ ജൂതൻ്റെ അടുക്കലാണ് പണയം. റസൂല് കാരൊക്കെ കടം പേടിച്ചത് അബ്ദുറഹ്മാൻ അഫിൻ്റെ പക്കൽ നിന്നല്ല, അബൂദർദാ റളിയല്ലാഹുവിൻ്റെ പക്കൽ നിന്നല്ല, ത്വൽഹ റളിയല്ലാഹുവിൻ്റെ പക്കൽ നിന്നല്ല, ഒരുമാതിരി ജൂതൻ്റെ കയ്യിൽ നിന്ന്. കാശ് കടം പേടിച്ചത് ഒരു ജൂത പുരോഹിതൻ്റെ കയ്യിൽ നിന്ന്. നമ്മുടെ നാട്ടിലെ ഒരു ഉസ്താദാണ് അങ്ങനെ ചെയ്തെങ്കിൽ നമ്മൾ പിടിച്ച് പുറത്താക്കും, പള്ളി കമ്മിറ്റി കൂടിയിട്ട് പുറത്താക്കും. ഞാനൊക്കെ ഇവിടെ ഉള്ളപ്പോൾ സെക്രട്ടറിയും പ്രസിഡൻ്റൊക്കെ ആയിരിക്കുമ്പോൾ എൻ്റെ ഓടല്ലേ കാശ് കടം പേടിക്കേണ്ടത്, മൂപ്പര് പോയിട്ട് സ്വാമിയുടെ നാ പേടിക്കാമെന്ന് പറഞ്ഞ് പുറത്താക്കിയേനെ. പക്ഷേ റസൂല് ബഹുസ്വരതയിൽ ജീവിച്ചു. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ റസൂലിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെ? അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹു ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലത്തി കാനത് അലൈഹിം. തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ട നിരക്ഷരനായ പ്രവാചകൻ. നബിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാ.
തൗറാത്തിൽ ഒരുപാട് സ്ഥലത്ത് റസൂലിനെ കുറിച്ചുണ്ട്, ഇഞ്ചീലിലുണ്ട്, ഇവിടെ തന്നെ ചില ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ റസൂലിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനത്തെ റസൂല്, ആ റസൂലിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം എങ്ങനെ നിസ്കരിക്കുന്നു, നോമ്പൊക്കുന്നു എന്ന് മാത്രമല്ല പറഞ്ഞത്, അദ്ദേഹം നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, നല്ലതനുവദിക്കുന്നു, മ്ലേച്ഛകാര്യം വിലക്കുന്നു, ജനങ്ങളെ മതിച്ചിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു, ജനങ്ങളെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ട് പൊട്ടിക്കുന്നു. വിമോചകനായിരുന്നു റസൂൽ. അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചകൻ, പാവപ്പെട്ടവരുടെ വിമോചകൻ, അശരണരുടെ വിമോചകൻ, ആ സമൂഹങ്ങളെ മുഴുവൻ വിമോചിപ്പിച്ച് ലോകത്തിന് മാതൃകയായ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ലോകത്ത് ഇതിനേക്കാൾ നല്ലൊരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? സഹാബാക്കളേക്കാൾ നല്ലൊരു സമൂഹ ലോകത്തുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. കാരണം അവരിലേക്കൊക്കെ മാതൃക കാണിച്ചു കൊടുത്തു. ഞാൻ എപ്പോഴും ആലോചിക്കല്, റസൂലുള്ളാഹിയുടെ ഗുണമേന്മ, അതായത് റസൂലിൻ്റെ മാതൃകകൾ പറഞ്ഞാൽ തീരാത്ത വിഷയമാണ്. പക്ഷേ കാരുണ്യം എന്നൊരൊറ്റ വിഷയം ഉദാഹരണങ്ങൾ എടുത്തു നോക്കിയേ. റസൂലിനേക്കാൾ കാരുണ്യം കാണിച്ച ഒരാളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? നമ്മൾ പഠിക്കേണ്ടത്, ഏതെങ്കിലും ഒരു നന്മ എടുത്താൽ അതിൻ്റെ ഒന്നാം സ്ഥാനത്ത് റസൂലായിരിക്കും. അങ്ങനെയാണ് അള്ളാഹ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പടച്ചോ സെറ്റ് ചെയ്തത് അങ്ങനെ. സത്യസന്ധത എടുത്തോളം ഒന്നാം സ്ഥാനത്ത് റസൂൽ. കാരണം അന്ന് റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി വീട് വളഞ്ഞ് നിൽക്കുമ്പോൾ റസൂലിൻ്റെ കയ്യിൽ ഈ വീട് വളഞ്ഞ് കൊല്ലാൻ വന്നവൻ്റെ സാധനം ഇരിക്കുക. കൊല്ലാൻ വന്നവൻ്റെ സാധനം ഇരിക്കുക. എന്നിട്ട് അലി റളിയല്ലാഹുവിനോട് പറയുകയാണ്, ആ നിൽക്കണ പഹ ഉണ്ടല്ലോ, ഓൻ്റെത്, പഹനിൻ്റെ വാക്കാട്ടോ, റസൂലെ പറഞ്ഞിട്ടുണ്ടാവില്ല, ഓൻ്റെതാണ് ഈ സ്വർണം, നാളെ നേരം വെളുക്കുമ്പോൾ കൊടുത്തോ. ഇതിലും വലിയ സത്യസന്ധത ഉണ്ടോ? ഇനി രണ്ടാമത് കാരുണ്യം എടുത്തോളൂ. ഒരു കാരുണ്യം എന്ന് പറഞ്ഞൊരു ഗുണനേന്മ എടുത്തോളൂ. ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ, നമ്മൾ പാവങ്ങളോട് കാരുണ്യം കാണിക്കും, മൃഗങ്ങളോട് കാരുണ്യം കാണിക്കും, ജന്തുക്കളോട് കാരുണ്യം കാണിക്കും, അതൊക്കെ എല്ലാവരും കാണിച്ചെന്ന് വരും. പക്ഷേ ശത്രുവിനോട് കാരുണ്യം കാണിക്കലാരാ? അത് കഠിന ശത്രുവിനോട്. അത് ശത്രുത കാട്ടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ തായിഫ് ജനത കല്ലെറിഞ്ഞ് ഓടിച്ച് 10-90 കിലോമീറ്റർ ഓടിച്ച് കാല് നിറയെ രക്തം തളം കെട്ടി നിൽക്കുമ്പോൾ വെറുതെ കാരുണ്യം കാണിച്ചല്ല. ആകാശത്തു നിന്ന് മലക്ക് ജിബ്രീലാ വന്നത്, അള്ളാഹുടെ അനുമതിയായിട്ടാ വന്നത്. ജിബ്രീൽ പറഞ്ഞത്, നബിയെ താങ്കൾ പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ മലക്കുകളെ വിട്ടിട്ട് നശിപ്പിക്കാന്നാ പറഞ്ഞത്. എന്നിട്ട് പോലും അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅ്ലമൂൻ, അവർക്ക് പുറത്തു കൊടുക്കണേ, വിവരമില്ലാഞ്ഞിട്ടാണ്. മക്ക തിരിച്ചു പിടിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അന്ന് മക്കക്കാർ ഉറപ്പിച്ചതാണ് മുഹമ്മദ് പ്രതികാരം ചെയ്യും. പക്ഷേ മക്കയുടെ അതിർത്തിയിലെത്തിയ റസൂൽ എന്താ പറഞ്ഞത്? യാ അഹ്ല മക്ക ഇദ്ഹബൂ അൻതും തുലഖാ ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഞാൻ പറയുന്നു, ലോകത്ത് ഇതിനേക്കാൾ വലിയൊരു വാക്യല്ല. ഒരു പിടി ഗസയിലെ പാപങ്ങളെ കൊന്നൊടുക്കുന്ന നരാധമന്മാരായ ഭരണാധികാരികള്, ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഭരണാധികാരികള്, അവരോട് പ്രതികാരം ചെയ്യുന്ന ഭരണാധികാരികളുടെ മുമ്പിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാതൃക നിങ്ങൾക്ക് മനസ്സിലാവണോ? തന്നെ കല്ലെറിഞ്ഞ, തന്നെ പീഡിപ്പിച്ച, ചീഞ്ഞളിഞ്ഞ കൊട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്നിട്ട, തൻ്റെ അനുചരന്മാരെ ചുട്ടുപടുത്ത, മരണാലിന്നത്തിൽ വലിച്ചടച്ച, ബദറിലും ഉഹുദിലും ശിക്ഷിച്ച അതേ മക്കക്കാരെ തിരിച്ചു പിടിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? ഏ മക്കക്കാരെ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്കെതിരെ ഒരു പ്രതികാര നടപടിയുമില്ല. മക്കക്കാർ ഞെട്ടിപ്പോയി. എന്നിട്ടാണ് ആ 2 സ്ത്രീകൾ വന്നിട്ടേ, അതിലൊരു സ്ത്രീ ആരാ? അബൂ സുഫിയാന്റെ ഭാര്യ ഹംസ റളിയല്ലാഹുവിനെ വധിച്ച സ്ത്രീക്ക് വഅലൈക്കും അസ്സലാം. മറ്റൊരു സ്ത്രീ ആരാന്നറിയോ? അബൂജഹലിൻ്റെ മരുമകള്, ഇക്രിമയുടെ ഭാര്യ. എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണേന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അപ്പോൾ റസൂൽ പറയാണ്, ഞാൻ എല്ലാവർക്കും മാപ്പ് കൊടുത്തിക്കണ്, വരാൻ പറ. വിശ്വസിക്കൂല. അവസാനം തലപ്പാവൂരി കൊടുത്തിട്ട് തലപ്പാവ് പിടിച്ചോടെ. നിങ്ങൾ നോക്കണം, 5-8 കൊല്ലം കഴിയുമ്പോഴേക്കെ, ഹിജറ കഴിഞ്ഞ 5-8 കൊല്ലം കഴിയുമ്പോഴേക്കും സാക്ഷാൽ അബൂജഹലിൻ്റെ, അല്ലെ അബൂജഹൽ ചത്തൊടുങ്ങിയിട്ട് 5-6 കൊല്ലം കഴിയുമ്പോഴേക്കും അബൂജഹലിൻ്റെ മരുമകൾ മുത്തു റസൂലിൻ്റെ തലപ്പാവും പിടിച്ച് മകനെ രക്ഷിക്കാൻ വേണ്ടി ഓടുകയാണ് ജിദ്ദയിലേക്ക്. എന്നിട്ട് ആ ഇക്രിമയെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഞാൻ പറയുന്നു, ഇതുപോലെ കാരുണ്യം ആരില്ല ഉള്ളത്? ഇതുപോലെ സ്നേഹാര പ്രകടിപ്പിച്ചുള്ളത്? ആ റസൂലിൻ്റെ സ്നേഹം കാണണമെങ്കിൽ ജാഫർ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ട് ആ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുന്ന ഒരു റസൂലുണ്ട്. ജാഫർ റളിയല്ലാഹുവിൻ്റെ ഭാര്യ കുട്ടികളൊക്കെ കുളിപ്പിച്ചൊരുക്കി വാപ്പാനെ കാത്തിരിക്കുമ്പോഴാണ് വാപ്പാടെ ഷഹാദത്ത് അറിയുന്നത്. തൻ്റെ അതേ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയുള്ള ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ മരണം ആ കുട്ടികളെ മുഴുവൻ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കണ്ണീരൊഴുക്കുന്ന റസൂൽ. എത്ര മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങുമ്പോൾ ഒരു തുള്ളി കണ്ണീര് പൊടിയാത്ത റസൂലിൻ്റെ കണ്ണീന്ന് ആ കുട്ടികളെ നനപ്പിക്കുമാറ് കണ്ണീരിങ്ങനെ ഒഴുകുകയാണ്. അവരെ ചേർത്ത് പിടിക്കുകയാണ്. എൻ്റെ ഉപ്പാനെ കണ്ടോ, എൻ്റെ ഉപ്പാനെ കണ്ടോ എന്ന് ചോദിക്കുന്ന, യുദ്ധം കഴിഞ്ഞ് വരുന്ന ആളുകളോട് ചോദിക്കുന്ന ഒരു കുട്ടിയുണ്ട്.
ആ കുട്ടിയോട് ആരും മറുപടി പറയണില്ല. എല്ലാവരോടും കുട്ടി ചോദിക്കുന്നുണ്ട്, എൻ്റെ അപ്പ എവിടെ, എൻ്റെ അപ്പ എവിടെ, യുദ്ധം കഴിഞ്ഞ് വരികയാണ്, ഉപ്പാനെ കാണുന്നില്ല. പക്ഷെ ആരും മറുപടി പറയണില്ല. പക്ഷെ റസൂൽ ഇങ്ങനെ വരുമ്പോൾ ആ കുട്ടി ആരാണെന്ന് റസൂലിനറിയാം. റസൂൽ ചെന്നിട്ട് ആ കുട്ടീനോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാനല്ലേ മോനെ നിൻ്റെ ഉപ്പ, ഞാനല്ല മോനെ നിൻ്റെ ഉപ്പ, ഉപ്പ ഷഹീദായിക്കണേ, നിൻ്റെ ഉപ്പ ഇനി ഞാനാണ്. ആ സ്നേഹം എവിടെ ലോകത്ത് ലഭിക്കും? അങ്ങനെ വിഷയത്തിൻ്റെ ഓരോ മേഖലയിലും ഇടപെടുന്ന, പലിശക്കെതിരെ പ്രതികരിച്ച, തിന്മകൾക്കെതിരെ പ്രതികരിച്ച, ലൈംഗിക വൃത്തികേടുകൾക്കെതിരെ പ്രതികരിച്ച, തിന്മകളൊക്കെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഇടപെട്ട ഒരു മഹാൻ മുഹമ്മദ് റസൂലുള്ള പോലെ വേറെ ഇല്ലേ ഇല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ റസൂല് നിസ്സാര ഘടനയിലല്ല. നമുക്ക് മനസ്സിലായില്ലെങ്കിലും മറ്റുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലിനെതിരെ ഇസ്ലാം വിരുദ്ധ ശക്തികൾ രംഗത്ത് വരുന്നത്. അവർ കാർട്ടൂൺ മത്സരം സംഘടിപ്പിക്കുന്നത്. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ലോക ഹൃദയങ്ങളിൽ ഉമ്മയെക്കാളേറെ സ്നേഹിക്കുന്ന ഒരു ജനത, ഒരു 200 കോടി മനുഷ്യർ ഉമ്മയെക്കാളേറെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അതിനവർ ഭയപ്പെടുകയാണ്. ആ റസൂലിനെ അവർക്ക് പേടിയാണ്. കാരണം ഒരു കാലത്ത് കിസ്റയുടെയും കൈസറിൻ്റെയും റോമയുടെയും പേർഷ്യയുടെയും ആണിക്കല്ല് തകർക്കാൻ നേതൃത്വം കൊടുത്തത് ഈ റസൂലാണ്. ആ റസൂൽ ഇന്നും ഗസയിലെ മനുഷ്യരുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇന്ത്യ ലോകത്തിലെ മുസ്ലിമീങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അതിനെ പേടിക്കുന്നവരാണ് ഈ രാജ്യത്തിലെ സാമ്രാജ്യത്വ ശക്തികളും സയനിസ്റ്റ് ശക്തികളും ഈ രാജ്യത്തിലെ ഇസ്ലാം വിരുദ്ധ ശക്തികളും. അതുകൊണ്ട് അവർ റസൂലുള്ളാഹിനെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. ആയിഷ ബീവിനെ 12 വയസ്സിൽ കല്യാണം കഴിച്ച് എന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ, എന്നാലും ആരോ പറഞ്ഞല്ലോ, എസിൻ്റെ ഉമ്മാനെ കല്യാണം കഴിച്ചത് 11 വയസ്സിലാണ്. അത് പ്രശ്നമല്ല. റസൂലുള്ള മാതൃക കാണിച്ചത് വിഷയമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ലോകത്തിൻ്റെ മുമ്പിൽ റസൂലിൻ്റെ ഒരു മഹത്വം നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ട് നമ്മൾ റസൂലിനെ വെറുതെ, ഇപ്പം അതിൽ എനിക്ക് ഏറ്റവും സങ്കടമുള്ളത്, നമ്മൾ റസൂലിൻ്റെ ഏതെങ്കിലും ചെറിയ അത്ഭുത പ്രവൃത്തിയുടെ പിന്നാലെ പോവുകയാണ്. അതല്ല റസൂലിൻ്റെ മിറാക്കിൾ, അതല്ല. ഇപ്പം നമ്മൾ ഗ്രഹണം ഉണ്ടായല്ലോ, ആ ചന്ദ്രഗ്രഹണം ഉണ്ടായപ്പോൾ റസൂലിൻ്റെ ഖുത്ബ എന്താന്ന് പറഞ്ഞാൽ, സൂര്യനും ചന്ദ്രനും അള്ളാഹിൻ്റെ ദൃഷ്ടാന്താണെന്ന്. അത് പറയാൻ കാരണം, ഒരിക്കൽ ഗ്രഹണം സംഭവിച്ചപ്പോൾ, റസൂലുള്ളാഹിയുടെ മകൻ മരിച്ചപ്പോൾ, ആകാശലോകത്ത് അള്ളാഹിൻ്റെ റസൂലിന് സ്വാധീനമുണ്ട് എന്ന് മക്കയിലെ മുശ്രിക്കുകളും മറ്റൊക്കെ പറഞ്ഞപ്പോൾ റസൂൽ അതിനെ തിരിച്ചതാ. എൻ്റെ മോന് ഇന്ന് സ്വാഭാവികമായി മരിച്ചതാ. അദ്ദേഹം അത്തരം ദിവ്യത്വം അവകാശപ്പെട്ടിട്ടില്ല. അദ്ദേഹം സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചു. എന്നാലോ മുഹമ്മദ് റസൂലുള്ള ഒരു സാധാരണ മനുഷ്യനല്ല, വഹി ലഭിക്കുന്ന അസാധാരണ വ്യക്തിത്വമാണ്. അള്ളാഹു ആ പ്രവാചകനെ ലോകത്തിന് മുമ്പിൽ സജീവമായി നിർത്തുകയാണ്. അപ്പം റസൂലിൻ്റെ ഒരു നീതിയും റസൂലിൻ്റെ ഒരു വിമോചനവും റസൂൽ ലോകത്തുണ്ടാക്കിയ വിപ്ലവവും നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാതൃകയെ ശരിക്കും പിൻപറ്റണം. അതിലൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ റസൂൽ നമ്മളെ കയ്യിൽ തന്ന 2 സാധനമുള്ളൂ. അതൊന്ന് ഖുർആനും മറ്റൊന്ന് പ്രവാചകൻ്റെ ജീവിതചര്യയുമാണ്. അതിൽ ഖുർആന് ഒന്നും ചെയ്യാൻ പറ്റൂല. ജീവിതചര്യ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അത്ഭുതപ്പെടും. ഇന്നത്തെ കാലത്തൊന്നുമല്ല റസൂലിൻ്റെ ജീവിതം പകർത്തിയത്, 1400 കൊല്ലം മുമ്പാ. ഞാൻ പറയുന്നു, ഇന്ന് പോലും ലോകത്ത് റസൂലിൻ്റെ ജീവിതം പകർത്തിയതുപോലെ ലോകത്തൊരു മനുഷ്യൻ്റെ ജീവിതം പകർത്തപ്പെട്ടിട്ടുണ്ടോ? 5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതം പകർത്തപ്പെടുന്നതിൽ പങ്കാളികളാണ്, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ. ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കുടുംബജീവിതം, വ്യക്തിജീവിതം, അയാൾ തുപ്പുന്നത്, ഇരിക്കുന്നത്, നോക്കുന്നത്, അയാളുടെ ദാമ്പത്യ ജീവിതം, അയാൾ കുളിക്കുന്നത്, മലമൂത്ര വിസർജനം നിർവഹിക്കുന്നത്, ആരാധന നിർവഹിക്കുന്നത്, ഉറങ്ങുന്നത്, കിടക്കുന്നത്, ചെരിയുന്നത്, സംസാരിക്കുന്നത്. ഈ സംസാരിക്കുമ്പോൾ തന്നെ ഏത് അണപ്പല്ല് കണ്ടു, എത്ര ചിരിച്ചു, എത്ര നോക്കി, ഇന്ന കാര്യം പറയുമ്പോൾ അദ്ദേഹം ചാരിയിരിക്കുന്നു, ഇന്ന കാര്യം പറയുമ്പോൾ അദ്ദേഹം നോക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലൊരു പുരുഷനുണ്ടോ? ഇല്ല. 1400 കൊല്ലം മുമ്പ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അനക്കം, ഇരിക്കം, നോട്ടം, സമീപനം, വീക്ഷണം ഒക്കെ റെക്കോർഡാണ്. എല്ലാം റെക്കോർഡാണ്. അതാണ് ഹദീസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ റസൂലിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹണ്ട് എന്ന് പറയലല്ല. എൻ്റെ സുന്നത്തിനെ സ്നേഹിച്ചവൻ എന്നെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. ആ റസൂലിൻ്റെ സുന്നത്താണ് ഖുർആൻ പഠിക്കുക എന്നുള്ളത്. ആ റസൂലിൻ്റെ സുന്നത്താണ് ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. നമ്മൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ വഴി ലഭിച്ച ഖുർആനെ നമ്മൾ സ്വീകരിക്കണം. ആ ഖുർആൻ നമ്മളെ കയ്യിൽ തന്നിട്ട് ആ റസൂൽ പോയുള്ള റസൂൽ ഒരിക്കലും
ഭൗതികമായിട്ടേ വഫാത്തായിട്ടുള്ളൂ, ലോകത്ത് സജീവമായി ജീവിക്കുന്ന ആളാണ് റസൂല്. നമ്മളെന്ത് ചെയ്യണം? ഖുർആനിനെ കയ്യിലേന്തണം, റസൂലിൻ്റെ സുന്നത്തിനെ കയ്യിലേന്തണം. അത് രണ്ടിനെയും ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കണം. നമ്മൾ ഖുർആനിനെ ഉൾക്കൊള്ളണം, മറ്റുള്ളവർക്ക് അത് എത്തിക്കണം. അതാണ് നമ്മളെ റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം. സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, സൗബാൻ ഇങ്ങനെ നോക്കിയിരിക്കുക, റസൂലിനെ നോക്കിയിട്ടേ വെറുതെ ഇങ്ങനെ നോക്കണേനിടക്ക് മൂപ്പര മുഖം കണ്ട് മ്ലാനമായി. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്ത് പറ്റി സൗബാനെ? ഒന്നുമില്ല, ഞാൻ കാട് കയറി ചിന്തിച്ചു പോയി. നാളെ ഞാനും മരിക്കും, റസൂലുള്ളയും വഫാത്താവും. റസൂൽ സ്വർഗത്തിൻ്റെ ഉന്നതിയിലായിരിക്കും, അഷ്റഫുൽ ഖൽഖാൻ. ഞാൻ സ്വർഗത്തിൽ പോയാൽ തന്നെ അതിൻ്റെ താഴെ തടിയിലായിരിക്കും. ഇന്ന് എനിക്ക് എൻ്റെ റസൂലിൻ്റെ ചാരത്തണയുന്ന പോലെ നാളെ എനിക്ക് സ്വർഗത്തിൽ റസൂലുള്ളാനെ കാണാൻ പറ്റൂലല്ലോ. ഇത് ഓർത്തപ്പോൾ എനിക്ക് പ്രയാസമായതാണ്. ഇത് കേട്ടപ്പോൾ റസൂലിനും വിഷമായി. റസൂൽ ഒന്നും മിണ്ടിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അല്ലാഹു തആല ഖുർആനായത്തിറക്കി, ومن يطع الله والرسول فأولئك الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആരെങ്കിലും അള്ളാഹിനെയും റസൂലിനെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ അവർ അങ്ങനെയുള്ള സാലിഹീങ്ങളുടെ കൂടെ, അമ്പിയാക്കന്മാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ അവരുടെ ആത്മമിത്രങ്ങളായി സ്വർഗത്തിലുണ്ടാകും. നമ്മളൊക്കെ കാണുന്ന സ്വർഗത്തിലെ സ്വപ്നത്തിലൊരു സ്വപ്നം നാളെ മുത്ത് റസൂലിന് കൈകൊടുക്കലാണ്, അസ്സലാമു അലൈക്കും എന്ന് പറയലാണ്, ആ റസൂലിൻ്റെ ചാരത്തണയലാണ്. അത് വലിയൊരു സ്വപ്നമാണ് നമ്മുടെ. അതുകൊണ്ട് ലോകത്ത് റസൂലുള്ളയെ ശരിക്കും നമ്മൾ അവതരിപ്പിക്കണം, റസൂലിൻ്റെ ബഹുമുഖ വ്യക്തിത്വം അവതരിപ്പിക്കണം. അതിനുവേണ്ടി അള്ളങ്ങനെ ഒരു റസൂലിനെ നമുക്ക് തന്നത്. ഈ റസൂലിൻ്റെ ജീവിതത്തിൽ ഒരു അബദ്ധവും ഇല്ല, ഒരു തെറ്റുമില്ല. അത് സമ്പൂർണ്ണമായ മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ അത്യുത്തമമായ മാതൃകയുണ്ട് എന്നതാണ്. വഅഹ്സനു മിൻക ലം തറക്കത്തു ഗൈനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഗൈബിൻ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയതാ. എന്ത് രസായിട്ടാണ്, എന്താ പറഞ്ഞേ? വഅഹ്സനു മിൻക ലം തറക്കത്തു ഗൈനി. എൻ്റെ കണ്ണുകൊണ്ട് ഇതിനേക്കാൾ നല്ലൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. ഇതിനേക്കാൾ ഉത്കൃഷ്ടനായൊരു വ്യക്തിയെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഗൈബിൻ. എല്ലാ ന്യൂനതകളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ട രൂപത്തിലാണ് താങ്കളെ സൃഷ്ടിച്ചിട്ടുള്ളത്. കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. എങ്ങനെയാണ് താങ്കൾ സൃഷ്ടിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച അതുപോലെ താങ്കളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു ഉമ്മയും പെറ്റതിൽ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തിയാണ് താങ്കൾ എന്ന് പറഞ്ഞു. വേറെ ഒന്നും കൂടി, വൽബദ്റു ദൂനക ഹീന ഹുസ്നിൻ വശറഫിൻ വൽബഹ്റു ദൂനക ഫീ ഖൈരിൻ വഫീ കറമി. ചന്ദ്രൻ താങ്കളെക്കാൾ ശ്രേഷ്ഠതയിലും ഐശ്വര്യത്തിലും താഴെയാണ്. കടൽ ഗാംഭീര്യത്തിലും ശ്രേഷ്ഠതയിലും താങ്കളെക്കാൾ താഴെയാണ്. അഹൂക ഈസാ ദാമൈതം ഫകാമലഹു. താങ്കളുടെ സഹോദരൻ ഈസാ അലൈഹിസ്സലാം മരിച്ച ആളെ ജീവിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അന്ത അഹിയൈതു അജിയാലം മിനൽ അദമി. പക്ഷേ താങ്കൾ ഒരുപാട് ജനപദങ്ങളെ ചെളിക്കുണ്ടിൽ നിന്നും ജീവിപ്പിച്ചിട്ടുണ്ട്. താഴെ ഘടനയിൽ നിന്ന് ഒരുപാട് സമൂഹങ്ങളെ, ഈസാ നബി ചില വ്യക്തികളെയാണ് ജീവിപ്പിച്ചതെങ്കിൽ താങ്കൾ വലിയ വലിയ സമൂഹങ്ങളെ അധമമായ അവസ്ഥയിൽ നിന്ന് ജീവിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് റസൂലുള്ളാഹിനെ കുറിച്ച് അവരൊക്കെയും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞാൽ തീരാത്തൊരു വലിയ വിഷയമാണ്. ഒരുപാട് ദിവസം ഇരുന്ന് പറഞ്ഞാലും തീരാത്തൊരു സംഗതിയാണ് റസൂലുള്ളാഹിനെ കുറിച്ചുള്ളത്. ഈ റസൂലിൻ്റെ മദ്ഹ് പറയുന്ന മജ്ലിസുകളും നല്ല അനുഗ്രഹീതമായ മജ്ലിസാണ്. റസൂലിനെ കുറിച്ച് ഏറെ പറയണം, ഏറെ പ്രചരിപ്പിക്കണം. അത് അള്ളാഹുവിൻ്റെ സന്ദേശത്തിൻ്റെ പ്രചാരണമാണ്, അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ അനുസരിക്കലാണ്. ഈ ഒരു അടിസ്ഥാനത്തിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളുക, നമ്മൾ മുറുകെ പിടിക്കുക. അള്ളാഹിൻ്റെ റസൂല് വിടവാങ്ങാൻ നേരത്ത് വസിയത്തായിട്ട് നമ്മളോട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, നിങ്ങളിതിനെ രണ്ടിനെയും മുറുകെ പിടിച്ചോളി, ഖുർആനെയും അതേപോലെ സുന്നത്തിനെയും മുറുകെ പിടിച്ചോളൂ, നിങ്ങൾ വഴിപിഴക്കില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊന്നും ഖുർആൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടില്ലേ വഴിപിഴച്ചു പോകുന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല.
അപ്പോൾ നമ്മളിവിടെയൊക്കെ നടന്നു വരുന്ന ഖുർആൻ ക്ലാസ്സുകളിലൊക്കെ പുതുതായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സജീവമായിട്ട് ഒരു ദിവസം കുറച്ച് നേരം ഇതിനു വേണ്ടി നീക്കി വെക്കുന്ന രൂപത്തിൽ നമുക്കൊരു വലിയ അനുഗ്രഹമാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവെ, നരകശിക്ഷയിൽ നിന്ന്, ഖബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിൻ്റെ അധിഷ്ഠതയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകണേ. അള്ളാഹുവെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത മാതൃക പിൻപറ്റിക്കൊണ്ട് ഉന്നതമായൊരു ജീവിതം നയിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണേ. നാളെ പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹുവിനെ റസൂലിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവിനെ ഏറെ സ്നേഹിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണേ. പടച്ചവനെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുമാറാകണേ. ഞങ്ങളുടെ കുടുംബത്തെ, മക്കളെ, ഇണകളെ, മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങൾ ശിഫയാക്കണേ. പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് തരുമാറാകണേ. പടച്ചവനെ, പലസ്തീൻ ജനതയ്ക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകണേ. തിന്മയുടെ ശക്തികൾ എല്ലാവിധ വൃത്തികേടുകളും ആക്രമണങ്ങളും സകല മര്യാദകളും ലംഘിച്ച് മുന്നേറുകയാണ്. അവരെ നശിപ്പിക്കാനുള്ളതിൻ്റെ തുടക്കമാക്കി അതിനെ നീ മാറ്റിയെടുക്കുമാറാകണേ. പടച്ചവനെ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിജയം കാണാനുള്ള തൗഫീക്ക് നൽകുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലിഖുലൂബിനാ ളിയാഅ വലിഅബ്സാരിനാ ജലാഅ വലിഅസ്ഖാമിനാ ദവാഅ വലിദുനൂബിനാ മുമഖ്ഖിസ വഅനിന്നാരി മുഖല്ലിസ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അദ്ഖിൽനാ ഫീ ജന്നതിക നഈം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂലന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وأصحابه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.